അക്കാഡമിയുടെ പുതിയൊരു സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കുന്നത് 10th പ്രിലിംസിൻ്റെ 10th പ്രിലിംസിൻ്റെ ഫിസിക്സിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം അല്ലെ, ആദ്യം നമുക്ക് സിലബസ് ഒന്ന് നോക്കാം. അപ്പം ഇതാണല്ലേ നമ്മുടെ സിലബസ് വരുന്നത്. ഇതാണ് എന്തൊക്കെയുണ്ട്: ദ്രവ്യവും പിണ്ഡവും, പ്രവൃത്തിയും ഊർജവും അതിൻ്റെ പരിവർത്തനവും, താപവും ഊഷ്മാവും, പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും, ശബ്ദവും പ്രകാശവും, സൗരയൂഥവും സവിശേഷതകളും. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഫിസിക്സിൻ്റെ ആ ഒരു സിലബസ് വരുന്നത്. അപ്പം ഇങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ്, ഇപ്പം എല്ലാവർക്കും അത് ഈ ഒരു സബ്ജക്റ്റ് അങ്ങനെ എന്താണ് എളുപ്പമാകണം എന്ന് നിർബന്ധമില്ല. അപ്പം എന്തും നിങ്ങൾ പഠിക്കണം. നമുക്ക് എക്സാമിന് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ ഏത് ടോപ്പിക്കിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത്, ആ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ആ ടോപ്പിക്ക് കുറച്ചുകൂടെ നന്നായിട്ട് പഠിക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്ത് പഠിക്കുവാണെങ്കിൽ എന്താണ് മാക്സിമം നമുക്ക് ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ എന്താണ് റിപ്പീറ്റ് ആയിട്ട് കുറേ ചോദ്യങ്ങൾ, അതായത് എപ്പോഴും PSC ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു ടോപ്പിക്കിൽ നിന്ന്, അതായത് ഓരോ ടോപ്പിക്ക് തിരിച്ച് നമുക്ക് ഏത് ക്വസ്റ്റ്യൻസ് ആണോ റിപ്പീറ്റഡ് ആയിട്ട് വന്നേക്കുന്നത്, അപ്പം അങ്ങനെ ആ ടോപ്പിക്ക് നമ്മൾ പ്രാധാന്യം കൊടുത്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാം, നമുക്ക് മാർക്ക് സ്കോർ ചെയ്യും. അപ്പം ഞാൻ ഇന്ന് ഓരോ ടോപ്പിക് വൈസ് ആയിരിക്കും. ഓരോ ടോപ്പിക് വൈസ് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, പ്രീവിയസ് ഇയറിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, അതിനോടനുബന്ധിച്ചുള്ള കുറേ ഫാക്റ്റുകളും കാര്യങ്ങളും ഓരോ ടോപ്പിക് വൈസ് ആയിരിക്കും ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. അപ്പം ആദ്യത്തെ ടോപ്പിക്ക് വരുന്നത് ദ്രവ്യവും പിണ്ഡവും ആണ് കേട്ടോ. എന്താണ് ദ്രവ്യവും പിണ്ഡവും? നമുക്ക് ക്വസ്റ്റ്യൻസ് ദ്രവ്യവും പിണ്ഡവും ആണ് ആദ്യത്തെ ടോപ്പിക്ക്. അപ്പം നമുക്ക് ആദ്യമേ ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്ന് ജസ്റ്റ് നോക്കാം. ആദ്യത്തെ ചോദ്യം: ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ്. ഉത്തരം എന്താ വരുന്നത്? ഉത്തരം വരുന്നത് ബി ആണ് കേട്ടോ, മാസ് ആണ് ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ. ഇത് 2024 ഒരു ചോദ്യമാണ് കേട്ടോ, 2024 ഒരു ചോദ്യമാണ്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ആണ്. നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഡിസ്കസ് ചെയ്യാം. അതിന് നമുക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്ന് നോക്കാം കേട്ടോ. പിന്നെ മണ്ണെണ്ണയുടെ സാന്ദ്രത 810 kg/m³ ആണെങ്കിൽ മണ്ണെണ്ണയുടെ ആപേക്ഷിക സാന്ദ്രത എത്ര? അപ്പം മണ്ണെണ്ണയുടെ സാന്ദ്രത 810 kg/m³ ആണെങ്കിൽ ആപേക്ഷിക സാന്ദ്രത എന്താ? ആപേക്ഷിക സാന്ദ്രത എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ഒരു വസ്തുവിൻ്റെ സാന്ദ്രത വെള്ളത്തിൻ്റെ സാന്ദ്രതയുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് എന്ന് പറഞ്ഞാൽ ആപേക്ഷിക സാന്ദ്രത എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതൊരു പ്രോബ്ലം ആയിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. അതായത് മണ്ണെണ്ണ സാന്ദ്രത എത്രയാണ് തന്നിരിക്കുന്നത്? 810 kg/m³ അല്ലേ. അപ്പൊ അതിന്റെ ഇക്വേഷൻ വരുന്നത് ഇതിനെ ആപേക്ഷിക സാന്ദ്രതയെ വിളിക്കുന്ന പേരെന്താണ്? റിലേറ്റീവ് ഡെൻസിറ്റി എന്നാണ് കേട്ടോ. എന്താണ്? റിലേറ്റീവ് ഡെൻസിറ്റി എന്നാണ് ആപേക്ഷിക സാന്ദ്രതയെ വിളിക്കുന്നത്. റിലേറ്റീവ് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു എന്താണ്? ഡെൻസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ്. അതായത് ഒരു വസ്തുവിന്റെ സാന്ദ്രത നമ്മൾ എന്തുമായിട്ട് കമ്പയർ ചെയ്യുന്നു? വെള്ളത്തിന്റെ സാന്ദ്രതയുമായിട്ട് കമ്പയർ ചെയ്യുന്നു. വെള്ളത്തിന്റെ സാന്ദ്രത എത്രയാണ്? 1000 ആണ് അല്ലേ, 1000 ആണ്. അപ്പൊ എന്താണ് ഡെൻസിറ്റി? ഇക്വേഷൻ വരുന്ന ഇതാണ്. ഇക്വേഷൻസ് ഒക്കെ പഠിക്കണം. ഡെൻസിറ്റി ഓഫ് എ substance divided by 1000. അപ്പം ഡെൻസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ 1000 ആണെന്ന് പറഞ്ഞാൽ ആപേക്ഷിക സാന്ദ്രത അല്ലെങ്കിൽ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ. അപ്പം എന്താണ് ഇവിടെ തന്നിരിക്കുന്നത്? മണ്ണെണ്ണയുടെ സാന്ദ്രത എത്ര തന്നിട്ടുണ്ട്? 810 തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? 810 ഡിവൈഡഡ് ബൈ 1000 വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ? 3 0 ഇങ്ങോട്ട് പോകും. അപ്പം നമുക്ക് എത്ര കിട്ടും? 0.810. എന്താണ്? 0.810 ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്? റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് കിട്ടുന്നത്. റിലേറ്റീവ് ഡെൻസിറ്റിക്ക് ആക്ച്വലി എന്തില്ല? യൂണിറ്റ് ഇല്ല. കാരണം എന്താണ്? ഡെൻസിറ്റി മുകളിൽ തന്നിരിക്കുന്നത് എന്താണ്? ഒരു വസ്തുവിന്റെ ഡെൻസിറ്റിയാണ്. താഴെ തന്നിരിക്കുന്നത് എന്താണ്? വെള്ളത്തിന്റെ ഡെൻസിറ്റിയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? അതിന് രണ്ടിനെയും യൂണിറ്റ് എന്ത് ചെയ്യും? ക്യാൻസൽ ആയി പോകും. രണ്ടുകൂടെ ക്യാൻസൽ ആയി പോകും. അങ്ങനെ നമുക്ക് എന്തില്ല? റിലേറ്റീവ് ഡെൻസിറ്റി ഒരു റേഷ്യോ ആയതുകൊണ്ട് എന്തില്ല? അതിന് യൂണിറ്റ് ഇല്ല കേട്ടോ, അതുകൂടെ ഓർക്കുക. അപ്പം എത്രയാണ് അതിന്റെ ഇത് വരുന്നത്? 0.810. എത്രയാണ്? 0.810. അപ്പോൾ എന്താണ് ഉത്തരം വരുന്നത്? 0.810. ഓപ്ഷൻ എ ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ഇതിന്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ കേട്ടോ. ഓപ്ഷൻ എ ആണ് ഇതിന്റെ ഉത്തരം വരുന്നത്. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ദ്രവ്യത്തിന്റെ അഞ്ചാമത്തെ അവസ്ഥ ഏതാണ്? ദ്രവ്യത്തിന്റെ അഞ്ചാമത്തെ അവസ്ഥ ഏതാണ്? ദ്രവ്യത്തിന്റെ അഞ്ചാമത്തെ അവസ്ഥ ഉത്തരം വരുന്നത് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ആണ് കേട്ടോ. എന്താണ്? ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ആണ് ദ്രവ്യത്തിന്റെ അഞ്ചാമത്തെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പം ഇതൊക്കെയാണ് പ്രീവിയസ് ഇയറിലൊക്കെ ക്വസ്റ്റ്യൻസ്. അതായത് ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് മെയിനായിട്ട് 2023-24 വർഷങ്ങളിൽ മെയിനായിട്ട് ചോദിച്ച ചോദ്യങ്ങളാണ് മെയിനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പം ദ്രവ്യം അതുപോലെ പിണ്ഡം എന്ന് പറയുന്ന ടോപ്പിക്ക് ഇപ്പം ഒരു 5 ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് വിചാരിച്ചു. 5
ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരെണ്ണം വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താണ്, ഈ ടോപ്പിക്ക് പഠിക്കുന്നതുകൊണ്ട് തെറ്റില്ല, പക്ഷേ ചിലപ്പം വേറെ ഇനി എന്താണ് ഒരുപാട് ക്വസ്റ്റ്യൻസ്, അതായത് ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 or 3 ക്വസ്റ്റ്യൻസ് വരുന്ന ടോപ്പിക്കുകൾ ഉണ്ട്. അപ്പം എന്താണ്, ആ ടോപ്പിക്കുകൾ ആദ്യം കവർ ചെയ്തിട്ട് ഇങ്ങനത്തെ ടോപ്പിക്കുകളിലേക്ക് വരിക കേട്ടോ. അപ്പം നിങ്ങൾ ടോപ്പിക്ക് തിരിച്ച് ടോപ്പിക്കിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി എന്ത് വേണം പഠിക്കാനായിട്ട്. അപ്പം ദ്രവ്യവും ദ്രവ്യത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താണ് ഒരു ക്വസ്റ്റ്യനൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ചിലപ്പം. അങ്ങനെയുള്ളൊരു ഇതാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ അതനുസരിച്ച് പഠിക്കുക. അപ്പോൾ ഇതിനോടനുബന്ധിച്ചുള്ള കുറച്ച് ഫാക്റ്റുകൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം എന്താണ് ദ്രവ്യം എന്ന് പറഞ്ഞാൽ, എന്താണ് ദ്രവ്യം എന്ന് പറഞ്ഞാൽ അതായത് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും ഭാരമുള്ളതുമായ ഏതൊരു വസ്തുവിനെയും പൊതുവായി പറയുന്നതാണെന്ന് പറഞ്ഞാൽ പദാർത്ഥം അല്ലേ. ഒന്നെങ്കിൽ പദാർത്ഥം എന്ന് പറയും, അല്ലെങ്കിൽ എന്തെന്ന് വിളിക്കും, ദ്രവ്യം എന്ന് വിളിക്കും. അതായത് എന്താണ്, ഒരു വസ്തു അല്ലെ, ഒരു വസ്തുവിന് അല്ലെങ്കിൽ അതിന് എന്തുണ്ട്, ഒരു മാസ് ഉണ്ട്. എന്തുണ്ട്, ഒരു മാസ് ഉണ്ട്. അതുപോലെ എന്ത് ചെയ്യുന്നുണ്ട്, അതൊരു സ്പേസ് ഒക്യുപ്പൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്തുണ്ട്, ഒരു മാസ് ഉണ്ട്, അതുപോലെ അതിനൊരു സ്പേസ് ഒക്യുപ്പൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനത്തെയുള്ള സാധനങ്ങളെ വിളിക്കുന്ന പേരാണെന്ന് പറഞ്ഞാൽ ദ്രവ്യം എന്ന് പറഞ്ഞാൽ കേട്ടോ. ഞാൻ ഇംഗ്ലീഷിലും കൂടെ പറഞ്ഞു പോകാം. ദ്രവ്യം അഥവാ മാറ്റർ കേട്ടോ. എന്താണ്, മാറ്റർ കേട്ടോ. ഓക്കെ, ദ്രവ്യം അഥവാ മാറ്റർ. ചില കുട്ടികളൊക്കെ ഇപ്പം ഇംഗ്ലീഷിൽ മീഡിയം പഠിച്ച കുട്ടികൾ കാണും. അപ്പോൾ അവർക്ക് ചിലപ്പോൾ മലയാളം ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പോഴത്തേക്ക് എന്തായിരിക്കും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷും മലയാളവും കൂടെ പറഞ്ഞു പോകാം കേട്ടോ. അപ്പോൾ എന്താണ് ദ്രവ്യം അല്ലെങ്കിൽ പദാർത്ഥം എന്ന് പറഞ്ഞാൽ സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും ഭാരമുള്ളതുമായ ഏതൊരു വസ്തുവിനെയും പൊതുവായി പറയുന്നതാണെന്ന് പറഞ്ഞാൽ പദാർത്ഥം അല്ലെങ്കിൽ ദ്രവ്യം എന്ന് പറഞ്ഞാൽ. ഇനി എന്താണ് പിണ്ഡം? പിണ്ഡത്തിന്റെ ഇംഗ്ലീഷ് നാമം എന്താണ്, മാസ് ആണ് കേട്ടോ. എന്താണ്, മാസ് എന്നാണ്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ്. എന്താണ്, നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ കണ്ടായിരുന്നല്ലോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ഒരു ദ്രവ്യത്തിന്റെ അളവ് അല്ലെ. ഒരു ദ്രവ്യത്തിൽ അടങ്ങിയിരിക്കുന്ന ഒരു വസ്തുവിന്റെ അളവ് എന്ന് പറയുന്നത് എന്തായിരുന്നു, മാസ് ആയിരുന്നു കേട്ടോ, അല്ലെങ്കിൽ പിണ്ഡം. ഓക്കെ, പിണ്ഡം. അപ്പൊ എന്താണ്, ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണെന്ന് പറഞ്ഞാൽ മാസ് എന്ന് പറഞ്ഞാൽ കേട്ടോ. എന്താണ്, മാസ് എന്ന് പറഞ്ഞാൽ. ഇനി ദ്രവ്യത്തിന് എന്തുണ്ട്? അപ്പം നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ്റെ സംഭവമായി കേട്ടോ, ഒരു ക്വസ്റ്റ്യൻ്റെ ആയിട്ടുണ്ട്. പിന്നെ ദ്രവ്യത്തിൻ്റെ 7 അവസ്ഥകൾ. ഓക്കെ, ദ്രവ്യത്തിൻ്റെ 7 അവസ്ഥകൾ ഏതൊക്കെയാണ്? 7 അവസ്ഥകൾ, അതായത് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള 7 അവസ്ഥകൾ ഏതൊക്കെയാണ്? ഒന്ന് സോളിഡ് അല്ലെങ്കിൽ ഖരം. ഓക്കെ, എന്താണ് ഖരമായിട്ടുള്ള അവസ്ഥ, അത് സോളിഡ് ആയിട്ടുള്ള സാധനം. സോളിഡിൻ്റെ എന്താണ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിൻ്റെ അടുത്തടുത്തുള്ള പാർട്ടിക്കിൾസ് ഒക്കെ എങ്ങനെയാണ്, അടുത്തടുത്താണ് ഇരിക്കുന്നത് അല്ലേ, അടുത്തടുത്താണ് ഇരിക്കുന്നത്. അപ്പം ആദ്യത്തെ അവസ്ഥ, അപ്പം ദ്രവ്യത്തിൻ്റെ ആദ്യത്തെ അവസ്ഥ, രണ്ടാമത്തെ അവസ്ഥ, മൂന്നാമത്തെ അവസ്ഥ, അങ്ങനെ ഏത് വേണമെങ്കിലും ചോദിക്കാം. നമ്മളൊരു ക്വസ്റ്റ്യൻ ഓൾറെഡി കണ്ടു. അപ്പം അങ്ങനെ ഏത് അവസ്ഥ ചോദിച്ചാലും ഇത് അതിൻ്റെ ഓർഡർ തന്നെ അറിഞ്ഞിരിക്കുക കേട്ടോ. അപ്പം ആദ്യത്തെ അവസ്ഥ ഏതാണ്? ഖരം അല്ലെങ്കിൽ സോളിഡ് ആണ് ആദ്യത്തെ അവസ്ഥ എന്ന് പറയുന്നത്. രണ്ടാമത്തെ അവസ്ഥ ഏതാണ്? ദ്രാവകം അഥവാ ലിക്വിഡ് എന്ന് പറയും. പിന്നെ വാതകം. വാതകം എന്താണ്? ഗ്യാസ്. ഓക്കെ, വാതകം എന്താണ്? ഗ്യാസ് ആണ്. നാലാമത്തെ അവസ്ഥ എന്താണ്? പ്ലാസ്മ. ഓക്കെ, എന്താണ്? പ്ലാസ്മയാണ് നാലാമത്തെ അവസ്ഥ വരുന്നത്. അതുപോലെ അഞ്ചാമത്തെ അവസ്ഥ ഏതാണ്? ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. അതായിരുന്നു നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ലേറ്റസ്റ്റ് ആയിട്ട് കണ്ട ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ഒരു ചോദ്യമായിരുന്നു. എന്ത്? ദ്രവ്യത്തിന്റെ അഞ്ചാമത്തെ അവസ്ഥ ഏതാണെന്നുള്ളത് അല്ലേ. അപ്പം അഞ്ചാമത്തെ അവസ്ഥ ചോദിച്ചു. അപ്പൊ ഇനി നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താ, ചിലപ്പോൾ 6ാമത്തെ ചോദിക്കുക, 7ാമത്തെ ചോദിക്കുക, ഏത് വേണമെങ്കിലും ചോദിക്കുക. അപ്പൊ അതിന്റെ ഓർഡറിൽ എന്തിരിക്കുക, അറിഞ്ഞിരിക്കുക കേട്ടോ. അതിന്റെ ഓർഡറിൽ തന്നെ അറിഞ്ഞിരിക്കുക. ഇനി 6ാമത്തെ അവസ്ഥ ഏതാണ്? ഫെർമിയോണിക് കണ്ടൻസേറ്റ് കേട്ടോ. എന്താണ്? ഫെർമിയോണിക് കണ്ടൻസേറ്റ് ആണ് 6ാമത്തെ അവസ്ഥ. ദ്രവ്യത്തിന്റെ 6ാമത്തെ അവസ്ഥ ഏതാണ്? ഫെർമിയോണിക് കണ്ടൻസേറ്റ് ആണ്. ഇനി ദ്രവ്യത്തിന്റെ 7ാമത്തെ അവസ്ഥ എന്താണ്? ക്വാർക്ക് ഗ്ലോൺ പ്ലാസ്മ. ഓക്കെ, ക്വാർക്ക് ഗ്ലോൺ പ്ലാസ്മയാണ് ദ്രവ്യത്തിന്റെ 7ാമത്തെ അവസ്ഥ. അപ്പം ദ്രവ്യത്തിന്റെ 7 അവസ്ഥകൾ ഏതൊക്കെയാണ്? ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ, ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ്, ക്വാർക്ക് ഗ്ലോൺ പ്ലാസ്മ. ഇംഗ്ലീഷ് പറയുവാണെങ്കിൽ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, പ്ലാസ്മ, ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ്, ക്വാർക്ക് ഗ്ലോൺ പ്ലാസ്മ. ഇതാണ് എന്ത്? ദ്രവ്യത്തിന്റെ 7 അവസ്ഥകൾ. അടുത്തത് പുതുതായി കണ്ടെത്തിയ അവസ്ഥകൾ ഏതൊക്കെയാണ്? ഓക്കെ, പുതുതായി കണ്ടെത്തിയ അവസ്ഥകൾ ഏതൊക്കെയാണ്? കണ്ടെത്തിയതാണ് കേട്ടോ, നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് അതിൻ്റെ എന്താണ് പഠനങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. ഏതൊക്കെയാണ്? റെഡ്ബർഗ് കേട്ടോ. എന്താണ്? റെഡ്ബർഗ്. പിന്നെ എന്താണ്? ജാൻ ടെല്ലർ, കളർ ഗ്ലാസ് കണ്ടൻസേറ്റ് കേട്ടോ. ഏതൊക്കെയാണ് ആ 3 അവസ്ഥകൾ? പുതുതായിട്ട് കണ്ടെത്തിയ 3 അവസ്ഥകൾ ഏതൊക്കെയാണ്? റെഡ്ബർഗ്, പിന്നെ എന്താണ്? ജാൻ ടെല്ലർ, അതുപോലെ എന്താണ്? കളർ ഗ്ലാസ് കണ്ടൻസേറ്റ്. ഇതാണ് പുതുതായിട്ട് കണ്ടെത്തിയ 3 അവസ്ഥകൾ എന്ന് പറഞ്ഞാൽ. പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, മറ്റേ ഡെൻസിറ്റിയുടെ ആ ഒരു ഇതെന്ന് പറഞ്ഞല്ലോ കേട്ടോ. ഡെൻസിറ്റിയുടെ ആ ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു. അതെന്തായിരുന്നു? റിലേറ്റീവ് ഡെൻസിറ്റി. അതുകൂടെ പറഞ്ഞു പോകാം. റിലേറ്റീവ് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു എന്താണ്? ഡെൻസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ്. എന്താണ്? ഡെൻസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ്
ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. പിന്നെ എന്താ അറിഞ്ഞിരിക്കുക? ഡെൻസിറ്റി ഓഫ് വാട്ടർ അറിഞ്ഞിരിക്കുക. എന്താണ്? ഡെൻസിറ്റി ഓഫ് വാട്ടർ അറിഞ്ഞിരിക്കുക. ഡെൻസിറ്റി ഓഫ് വാട്ടർ എത്രയാണ്? 1000 ആണ് കേട്ടോ. ഓക്കെ, എന്താണ്? 1000 ആണ്. അപ്പം സാന്ദ്രത, വെള്ളത്തിന്റെ സാന്ദ്രത എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1000 ആണ്. അതും ചിലപ്പം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പിന്നെ എന്താണ് സാന്ദ്രത? ഓക്കെ, സാന്ദ്രത കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ എന്താണ്? സാന്ദ്രത കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ഓക്കെ, സാന്ദ്രത എന്ന് പറയുമ്പോൾ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? മാസ്, പിണ്ഡം ഡിവൈഡഡ് ബൈ വോളിയം. വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യാപ്തം അല്ലേ? അപ്പം പിണ്ഡം ഡിവൈഡഡ് ബൈ എന്താണ്? വ്യാപ്തമാണെന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കേട്ടോ. അപ്പോൾ ഡെൻസിറ്റിയുടെ ഇക്വേഷൻ എന്താണ്? മാസ് ഡിവൈഡഡ് ബൈ വോളിയം ആണ്. ഓക്കെ, മാസ് ഡിവൈഡഡ് ബൈ വോളിയം, പിണ്ഡം ഡിവൈഡഡ് ബൈ വ്യാപ്തമാണ് സാന്ദ്രത എന്ന് പറഞ്ഞാൽ. ആപേക്ഷിക സാന്ദ്രത എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വസ്തുവിൻ്റെ സാന്ദ്രത ഡിവൈഡഡ് ബൈ എന്താണ്? വെള്ളത്തിൻ്റെ സാന്ദ്രത. അതാണെന്ന് പറഞ്ഞാൽ ആപേക്ഷിക സാന്ദ്രത എന്ന് പറഞ്ഞാൽ. അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ചോദിക്കാം കേട്ടോ. അപ്പം ഈ ഒരു എന്താണ് ദ്രവ്യവും പിണ്ഡവും എന്ന് പറയുന്ന ഭാഗത്തു നിന്ന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ്, അപ്പം ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്തിട്ടിട്ടില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത് ദ്രവ്യത്തിൻ്റെ 7 അവസ്ഥകളിൽ ഏതെങ്കിലും ഒരു അവസ്ഥ വേണമെങ്കിൽ ചോദിക്കാം. പിന്നെ ഈ ഒരു ഡെഫിനേഷൻ വെച്ചിട്ട് ചോദിക്കാം. എന്താണ് പിണ്ഡം, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് എന്താണ് ചോദിക്കാം കേട്ടോ. അപ്പം ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് കേട്ടോ. ഫസ്റ്റ് ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഫസ്റ്റ് ടോപ്പിക്കിനകത്ത് അറിയേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമുക്കപ്പോൾ അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കാം അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യത്തെ ടോപ്പിക്ക് കഴിഞ്ഞു. നമുക്കപ്പോൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ്? ശബ്ദവും പ്രകാശവുമാണ് കേട്ടോ. എന്താണ്? ശബ്ദവും പ്രകാശവുമാണ് അടുത്ത ടോപ്പിക്ക്. അതിനകത്തെ ശബ്ദവും പ്രകാശവും എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ശബ്ദവും പ്രകാശവും. ഇതിനകത്ത് നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത് ശബ്ദത്തിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ശബ്ദത്തിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അത് കഴിഞ്ഞ ശേഷം അതിൻ്റെ ഫാക്ടറുകൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ആദ്യത്തെ ചോദ്യമാണ് 2024 ചോദ്യമാണ് കേട്ടോ. എല്ലാ ലേറ്റസ്റ്റ് ചോദ്യങ്ങളാണ് ഇട്ടേക്കുന്നത്. ശബ്ദ തീവ്രത അളക്കാനുള്ള യൂണിറ്റ്. ഓക്കെ, എന്താണ്? ശബ്ദ തീവ്രത അളക്കാനുള്ള യൂണിറ്റ് എന്താണ്? എന്തൊക്കെ തന്നിട്ടുണ്ട്? ഓപ്ഷൻ എ ആംബിയർ, ഓപ്ഷൻ ബി കെൽവിൻ, ഓപ്ഷൻ സി ഡെസിബൽ, ഓപ്ഷൻ ഡി മോൾ. കാണുമ്പോഴേ അറിയാം ഏതാണ്? ഡെസിബൽ ആണ് അല്ലേ? ഏതാണ്? ഡെസിബൽ ആണ് കേട്ടോ. എന്താണ്? ശബ്ദ തീവ്രത അളക്കാനുള്ള യൂണിറ്റ് കേട്ടോ. ശബ്ദ തീവ്രത അളക്കാനുള്ള യൂണിറ്റ് എന്താണ്? ഡെസിബൽ ആണ്. ഡെസിബൽ ആണ്. ഓക്കെ, ഡെസിബൽ. ഓക്കെ, സ്മോൾ ഡി ക്യാപിറ്റൽ ബി, ഇങ്ങനെയാണ് ഡെസിബലിനെ റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെയാണ് ഡെസിബലിനെ എഴുതാറുള്ളത്, DB എന്നാണ് കേട്ടോ. അടുത്ത ചോദ്യം, താഴെ പറയുന്ന മാധ്യമങ്ങളെ അവയിലൂടെ ശബ്ദ തരംഗങ്ങളുടെ പ്രവേഗത്തിന്റെ അടിസ്ഥാനത്തിൽ ആരോഹണ ക്രമത്തിൽ എഴുതുക. ഓക്കെ, എന്താണ് ആരോഹണ ക്രമം? അതായത് ശബ്ദം എന്താണ് പോകുന്നതിന് അതിൻ്റെ ഒരു സ്പീഡ് അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ പ്രവേഗത്തിന്റെ അടിസ്ഥാനത്തിൽ, എന്താണ് ശബ്ദ തരംഗങ്ങളുടെ പ്രവേഗത്തിന്റെ അടിസ്ഥാനത്തിൽ അതിനെ എന്ത് ക്രമത്തിലാണ് എഴുതേണ്ടത്? ആരോഹണ ക്രമത്തിൽ. ഇങ്ങനെ ആരോഹണ ക്രമം, അവരോഹണ ക്രമം അങ്ങനെയൊക്കെ കാണുമ്പോഴത്തേക്ക് അത് ആദ്യമേ അണ്ടർലൈൻ ചെയ്ത് അങ്ങ് ഇട്ടേക്കണം. ഇല്ലേ എപ്പോഴും നമ്മൾ കറക്റ്റായിട്ട് ചിലപ്പോൾ അറേഞ്ച് ചെയ്യും. പിന്നെ എന്താണ് ചിലപ്പോൾ അസെൻഡിങ് അല്ലെങ്കിൽ എന്താണ് ചിലപ്പോൾ ആരോഹണ ക്രമം ഇല്ലെങ്കിൽ അവരോഹണം നമ്മൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് മാറിപ്പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യുക? അത് കറക്റ്റായിട്ട് എന്ത് ചെയ്യുക? മാർക്ക് ചെയ്ത് വിട്ടേക്കുക കേട്ടോ. അപ്പം എന്താണ് അതിൻ്റെ ഒരു ശബ്ദ തരംഗങ്ങളുടെ പ്രവേഗത്തിന്റെ അടിസ്ഥാനം നിങ്ങൾ ഏത് ക്രമത്തിലാണ്? ആരോഹണ ക്രമത്തിൽ എന്ത് ചെയ്യാൻ? അറേഞ്ച് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. എന്തൊക്കെ തന്നിട്ടുണ്ട്? ശുദ്ധജലം, വായു, സമുദ്രജലം. എന്താണ്? ശുദ്ധജലം, വായു, സമുദ്രജലം. അപ്പൊ എന്താണ് ഇതിന്റെ ആ ഒരു ശബ്ദ തരംഗങ്ങളുടെ പ്രവേഗത്തിന്റെ അടിസ്ഥാനത്തിൽ ആരോഹണ ക്രമത്തിലാണ് അറേഞ്ച് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താണ് ഉത്തരം വരുന്നത്? ഏതാണ് അതിന്റെ ആ ഒരു ആരോഹണ ക്രമത്തിൽ ആദ്യം വരുന്നത്? ഏതാണ്? വായു ആണ് അല്ലെ? എന്താണ്? വായു ആണ്. ആദ്യമേ വായു വരും, രണ്ടാമത് വരുന്നത് എന്താണ്? ശുദ്ധജലം, മൂന്നാമതാണെന്ന് പറഞ്ഞാൽ സമുദ്രജലം വരുന്നത്. അപ്പൊ എന്താണ്? 2, 1, 3. എന്താണ്? 2, 1, 3. അതാണ് അതിന്റെ ആരോഹണ ക്രമത്തിൽ വരുന്ന ഉത്തരം എന്ന് പറഞ്ഞാൽ 2, 1, 3. അത് നമ്മുടെ ചോദ്യത്തിൽ ഓപ്ഷൻസിനകത്തുണ്ടെന്ന് നോക്കാം. ഓപ്ഷൻ എ എന്താണ്? 2, 1, 3. അപ്പൊ എന്താണ്? ആദ്യം തന്നെ ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്ക് ആരോഹണ ക്രമമാണോ അവരോഹണ ക്രമമാണോ അത് ആദ്യമേ അങ്ങ് അണ്ടർലൈൻ ചെയ്തിട്ടേക്കും. ഇല്ല ലാസ്റ്റ് ചിലപ്പോൾ മാർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു കൺഫ്യൂഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യുക? അങ്ങനെ കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യുക? ആ ഒരു ഓർഡറിൽ അറേഞ്ച് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഓപ്ഷനകത്ത് നമ്മൾ കണ്ടെത്തിയ ഉത്തരം ഉണ്ടോ എന്ന് നോക്കുക, മാർക്ക് ചെയ്യുക. അപ്പോൾ എന്താണ് ഇവിടെ ഉത്തരം വരുന്നത്? ഓപ്ഷൻ എ ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണേ. അടുത്തത്, മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ പരിധി എത്രയാണ്? ഓക്കെ, മനുഷ്യന്റെ കാതുകൾക്ക് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ പരിധി എത്രയാണ്? അപ്പൊ ഇവിടെ കൊടുത്തിട്ടുണ്ട് 20 ഹേർട്സിന് താഴെയാണ്, 20,000 ഹേർട്സിന് മുകളിലാണ്, 20 ഹേർട്സിനും 20,000 ഹേർട്സിനും ഇടയിലാണ്, പരിധിയില്ല. ഇവിടെ ഉത്തരം ഏതാ വരുന്നത്? ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി 20 ഹേർട്സിനും 20,000 ഹേർട്സിനും ഇടയിലാണ് കേട്ടോ. 20 ഹേർട്സിനും 20,000 ഹേർട്സിനുമാണ്. നമുക്ക് ഇങ്ങനെ എഴുതാം കേട്ടോ. 20 ഹേർട്സിനും
20,000 ഹേർട്സ് എന്ന് എഴുതാം, ഇല്ലെങ്കിൽ നമുക്ക് 20,000 ഹേർട്സിന് പകരം 20 കിലോ ഹേർട്സ് എന്ന് എഴുതാം കേട്ടോ. എന്താണ് 20 കിലോ ഹേർട്സ് എന്ന് എഴുതാം. ഒന്നെങ്കിൽ 20 ഹേർട്സ് തൊട്ട് 20,000 ഹേർട്സ് വരെ രണ്ടിൻ്റെയും യൂണിറ്റ് ഹേർട്സ് ആയിരിക്കണം. അപ്പോൾ എന്തായിരിക്കണം 20 to 20,000 ആയിരിക്കണം വരുന്നത്. ഇനി അതേ സമയത്ത് 20 കിലോ ഹേർട്സ് അല്ലെങ്കിൽ കിലോ ഹേർട്സ് ആണ് കൊടുത്തതെങ്കിൽ എങ്ങനെയായിരിക്കണം 20 കിലോ ഹേർട്സ് ആയിരിക്കണം. അപ്പോൾ എങ്ങനെ വരും 20 ഹേർട്സ് മുതൽ 20 കിലോ ഹേർട്സ് വരെ കേട്ടോ. ഇങ്ങനെ രണ്ട് രീതിയിലും വന്നാൽ കറക്റ്റാണ്. ഇതെപ്പോഴും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പല മുൻ വർഷങ്ങളിലുള്ള ചോദ്യങ്ങളിലും എന്താണ് ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. ആക്ച്വലി ഇങ്ങനെ ഈ ഒരു യൂണിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് തരും. അപ്പോൾ പലർക്കും എന്താണ് കൺഫ്യൂഷൻ ആകും. അപ്പോൾ എന്താണ് ഒന്നെങ്കിൽ ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ, ഇതാണ് കറക്റ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഉത്തരം വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണേ. അടുത്തത് ഭൂകമ്പ തരംഗങ്ങൾ ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തുന്നതിന് മുൻപ് പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദ തരംഗം താഴെ പറയുന്നതിൽ ഏതാണ്? ഒന്ന് ഓപ്ഷൻ എ അൾട്രാസൗണ്ട്, ഓപ്ഷൻ ബി ഇൻഫ്രാസൗണ്ട്, ഓപ്ഷൻ സി ഓഡിബിൾ സൗണ്ട്, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. അപ്പൊ ഇതിന്റെ ഉത്തരം വരുന്നത് എന്താണ്? ഭൂകമ്പ തരംഗങ്ങൾ ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തുന്നതിന് മുൻപ് പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദ തരംഗം എങ്ങനത്തതാണ്? ഓക്കെ, എങ്ങനത്തെ സൗണ്ട് ആണ്? ഉത്തരം വരുന്നത് ഇൻഫ്രാസൗണ്ട് ആണ് കേട്ടോ. ഇതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. എന്താണ് ഇൻഫ്രാസൗണ്ട് ഇല്ലെങ്കിൽ എന്താണ് അൾട്രാസൗണ്ട് നമ്മൾ കണ്ടു അല്ലേ. മനുഷ്യന് കേൾക്കാൻ പറ്റുന്ന ആ ഒരു എന്താണ് പരിധി നമ്മൾ കണ്ടു. എന്താണ് 20 ഹേർട്സ് മുതൽ 20,000 എന്താണ് ഹേർട്സ് വരെ. അപ്പം അതിന് താഴെയുള്ള സൗണ്ടുകളുണ്ട്, അതിന് മുകളിലുള്ള ശബ്ദങ്ങളുണ്ട്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാം. ഇവിടെ ഉത്തരം വരുന്നത് എന്താണ്? ഇൻഫ്രാസോണിക് സൗണ്ട് ആണ് കേട്ടോ. അടുത്ത ചോദ്യം, ശ്രവണബോധം ഉളവാക്കാൻ കഴിയുന്ന ഊർജ്ജ രൂപമാണ് ശബ്ദം. ഓക്കെ, നമുക്ക് കേൾക്കാം. ഓക്കെ, നമ്മൾക്ക് കേൾക്കാൻ കഴിയുന്നു എന്നുള്ളത് നമുക്ക് കേൾക്കുന്നു അല്ലെങ്കിൽ നമുക്ക് കേൾവി എന്ന ഒരു കഴിവിൻ്റെ രൂപം അല്ലെങ്കിൽ ഊർജ്ജ രൂപമാണെന്ന് പറഞ്ഞാൽ ശബ്ദം എന്ന് പറഞ്ഞാൽ ശബ്ദത്തെ സംബന്ധിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഓക്കെ, അപ്പം 3 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഇതിനകത്ത് ശബ്ദത്തിൻ്റെ ആ ഒരു ഇതിനെക്കുറിച്ച് കറക്റ്റായിട്ടുള്ള ശരിയായിട്ടുള്ള പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത്, വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദം ഉണ്ടാകുന്നത്. എന്താണ്? കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒന്നാമത്തത് ശരിയാണ്, ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. രണ്ടാമത്തെ പ്രസ്താവന എന്താണ്? ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്. തീർച്ചയായിട്ടും വളരെ 100% ശരിയാണ്. എന്താണ്? ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്. ശബ്ദം സഞ്ചരിക്കണമെങ്കിൽ എന്താണ്? മാധ്യമം ആവശ്യമാണ്. ഖരത്തിലൂടെയാണ് ഏറ്റവും കൂടുതൽ വേഗത്തിൽ ശബ്ദം സഞ്ചരിക്കുന്നത് കേട്ടോ. ഖരം, ദ്രാവകം, വാതകം, ഇതാണ് അതിൻ്റെ ഓർഡർ. ഏറ്റവും കൂടുതൽ സ്പീഡിൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വേഗതയിൽ ട്രാവൽ ചെയ്യുന്നത് ഏത് മീഡിയത്തിൽ കൂടെയാണ്? ഖരത്തിലൂടെ, സോളിഡ്സിൽ കൂടെയാണ് കേട്ടോ. സോളിഡ്സിൽ കൂടെയാണ് ഏറ്റവും കൂടുതൽ സ്പീഡിൽ ട്രാവൽ ചെയ്യുന്നത്. സ്പേസിൽ ട്രാവൽ ചെയ്തില്ല, സൗണ്ട് ട്രാവൽ ചെയ്തില്ല. അതുകൊണ്ടാണ് അതായത് ആസ്ട്രോനട്സ് ഒക്കെ ചെയ്യുന്നു, അവർക്ക് സംസാരിക്കാൻ, അവർ തമ്മിൽ സംസാരിക്കണമെങ്കിൽ പ്രത്യേക ഒരു വസ്തു അവർ ഘടിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അപ്പം അങ്ങനെയുള്ള അത് എന്തുകൊണ്ടാണ് സ്പേസിൽ ശബ്ദം അവർക്ക് കേൾക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഒരു പ്രത്യേക വസ്തു അവർ കൂടെ കരുതിയിട്ടുണ്ടായിരിക്കും. പരസ്പരം 2-3 ആസ്ട്രോനട്സ് തമ്മിൽ സംസാരിക്കണമെങ്കിൽ ഒരു പ്രത്യേക ഡിവൈസ് അവർക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്. അപ്പം 1ഉം 2ഉമാണ് ശരി അല്ലേ. 1ഉം 2ഉം മാത്രമാണ് ശരി. ഓക്കെ, മൂന്നാമത്തത് നോക്കാം. മൂന്നാമത്തെ നമ്മൾ നോക്കിയില്ല. മനുഷ്യരുടെ ശ്രവണ പരിധി 20 ഹേർട്സ് മുതൽ 2000 ഹേർട്സ് വരെയാണ്. ഞാൻ നേരത്തെ ചോദ്യം പറഞ്ഞപ്പോൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. തെറ്റാൻ വളരെ സാധ്യതയുള്ളൊരു സാധനമാണ് കേട്ടോ. അതിൻ്റെ അവർ തന്നിരിക്കുന്നത് പെട്ടെന്ന് നമ്മൾ എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കത്തില്ല. 20 ഹേർട്സ് തൊട്ട് 2000 ഹെർട്സ് വരെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ 20 ഹേർട്സ് തൊട്ട് 20,000 ഹെർട്സ് വരെ ആയിരുന്നെങ്കിൽ ഇതും ശരിയായിരുന്നു. പക്ഷേ ഇത് തെറ്റാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ഇത് തെറ്റാണ് കേട്ടോ. ഇവിടാണ് മിസ്റ്റേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അതായത് ഓപ്ഷൻ ബി ആണ് ഉത്തരം കേട്ടോ. 1ഉം 2ഉം മാത്രം ശരിയാണ്. 1 and 2 മാത്രം ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ഉത്തരം വരുന്നത് കേട്ടോ. അടുത്തത്, താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ഓക്കെ, അപ്പം 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഇതിനകത്ത് ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ശബ്ദത്തിന്റെ ഘോഷം ലൗഡ്നെസ് മനുഷ്യന്റെ കാതുകളുടെ സംവേദനക്ഷമതയെ ആശ്രയിച്ചിരിക്കുന്നു. ആദ്യത്തേത് ശബ്ദത്തിന്റെ ഘോഷം ലൗഡ്നെസ് മനുഷ്യന്റെ കാതുകളുടെ സംവേദനക്ഷമതയെ ആശ്രയിച്ചിരിക്കുന്നു. അടുത്തത്, ശബ്ദത്തിന്റെ തീവ്രത മനുഷ്യന്റെ കാതുകളുടെ സംവേദനക്ഷമതയെ
ക്ഷമതയെ ആശ്രയിക്കുന്നില്ല. അപ്പം എന്താണ് ശബ്ദത്തിന്റെ, അതായത് ശബ്ദ സവിശേഷതകളെ കുറിച്ചാണ്. ഓക്കെ, എന്തിനെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്? ശബ്ദ സവിശേഷതകളെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയാണ്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. രണ്ടാമത് ശബ്ദത്തിന്റെ തീവ്രത, ഇന്റൻസിറ്റി മനുഷ്യ കാതുകളുടെ സംവേദനക്ഷമതയെ ആശ്രയിക്കുന്നില്ല. ഇതും എന്താണ്? ശരിയായിട്ടുള്ള കാര്യമാണ്. അടുത്തത് ശബ്ദത്തിന്റെ ഘോഷം അല്ലെങ്കിൽ ലൗഡ്നെസ് ഒരു ഭൗതിക അളവായി അളക്കാൻ സാധിക്കുന്നതാണ്. ആണോ? അല്ല. അപ്പൊ ഇതെന്താണ്? തെറ്റാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അടുത്തത് ശബ്ദത്തിന്റെ തീവ്രത അല്ലെങ്കിൽ ഇന്റൻസിറ്റി ഒരു ഭൗതിക അളവായി അളക്കാൻ കഴിയില്ല. ഇതും എന്താണ്? തെറ്റാണ്. അപ്പൊ എന്താണ് ഇവിടെ തന്നിരിക്കുന്ന ഇതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള ഏതൊക്കെയാണ്? 1ഉം 2ഉം ആണ് അല്ലെ? 1ഉം 2ഉം ആണ് ശരി. അപ്പൊ എന്താ ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ എ ആണ് കേട്ടോ. 1ഉം 2ഉം ആണ് ശരി. 1ഉം 2ഉം മാത്രമാണ് ശരി. അപ്പോൾ ഈ ശബ്ദത്തിന്റെ ഭാഗത്തുനിന്ന് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്. മെയിനായിട്ട് ഏതാണ്? മനുഷ്യന്റെ ശ്രവണ പരിധി, അല്ലെങ്കിൽ എന്താണ് അൾട്രാസോണിക് സൗണ്ടുകൾ അല്ലെങ്കിൽ ഇൻഫ്രാസോണിക് സൗണ്ട്, അതിന്റെ ആപ്ലിക്കേഷൻസ്, അതൊക്കെയാണ് കൂടുതലായിട്ട് ചോദിച്ചിരിക്കുന്നത്. പിന്നെ എന്താണ്? ശബ്ദത്തിന്റെ സവിശേഷതകളെ കുറിച്ചൊക്കെയും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഫാക്റ്റുകൾ നമുക്ക് നോക്കാവേ. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം. ഓക്കെ, എന്താണ് ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്? എന്താണ്? അക്വസ്റ്റിക്സ് കേട്ടോ. എന്താണ്? അക്വസ്റ്റിക്സ് എന്നാണ് ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്. അതുപോലെ വസ്തുക്കളുടെ കമ്പനം മൂലമാണ് എന്ത്? ശബ്ദം ഉണ്ടാകുന്നത്. എന്താണ് കമ്പനം എന്ന് പറഞ്ഞാൽ? എന്താ കമ്പനം എന്ന് പറഞ്ഞാൽ? വൈബ്രേഷൻസ് കേട്ടോ. എന്താണ്? വൈബ്രേഷൻസ്. ഒന്നെങ്കിൽ വസ്തുക്കളുടെ കമ്പനം മൂലം എന്നും പറയാം, ഇല്ലെങ്കിൽ കമ്പനമുള്ള വസ്തുക്കളിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, എന്താണ് കമ്പനമുള്ള വസ്തുക്കളിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണെന്ന് പറഞ്ഞാൽ ശബ്ദം എന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പം വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദം ഉണ്ടാകുന്നത്. അപ്പൊ അതാണ് ഓക്കെ കമ്പനം. അടുത്തത് ശബ്ദ തരംഗങ്ങൾ അനുദൈർഘ്യ തരംഗങ്ങളാണ്. എന്താണ്? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ആണ്. എങ്ങനെയാണ് ഇത് പോകുന്നത്? മർദ്ദം കൂടുതലുള്ള ഭാഗവും മർദ്ദം കുറവുള്ള ഭാഗങ്ങളുമായിട്ടാണ് കേട്ടോ പോകുന്നത്. ഓക്കെ, മർദ്ദം കൂടുതലുള്ള ഭാഗങ്ങളും മർദ്ദം കുറവുള്ള ഭാഗങ്ങളും. മർദ്ദം കുറവുള്ള ഭാഗത്ത് എന്തായിരിക്കും? ഈ ഒരു പാർട്ടിക്കിൾസിന്റെ ആ ഒരു എണ്ണം വളരെ കുറവായിരിക്കും. ഇതിപ്പം മർദ്ദം കൂടുതലുള്ള ഭാഗമാണ്, ഇത് മർദ്ദം കുറവുള്ള ഭാഗം. അങ്ങനെയാണ് ആക്ച്വലി ഇത് പോകുന്നത്. മർദ്ദം കൂടുതലുള്ള ഭാഗം, അല്ലെങ്കിൽ എങ്ങനെ പറയാം? കംപ്രഷൻസ് എന്ന് പറയാം കേട്ടോ. എന്താണ്? കംപ്രഷൻസ് എന്ന് പറയാം. മർദ്ദം കുറവുള്ള ഭാഗമാണെന്ന് പറഞ്ഞാൽ റെയർ ഫാക്ഷൻസ് എന്ന് പറഞ്ഞാൽ കേട്ടോ. എന്താണ്? റെയർ ഫാക്ഷൻസ്. അപ്പം ഇതാണ് എന്തെന്ന് പറഞ്ഞാൽ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എന്ന് പറഞ്ഞാൽ, ഇല്ലെങ്കിൽ എന്താണ്? അനുദൈർഘ്യ തരംഗങ്ങൾ എന്ന് പറഞ്ഞാൽ കേട്ടോ. കംപ്രഷൻ, റെയർ ഫാക്ഷൻ, ഇല്ലെങ്കിൽ എന്താണ്? മർദ്ദം കൂടുതലുള്ള ഭാഗവും മർദ്ദം കുറവുള്ള ഭാഗവും, അതാണെന്ന് പറഞ്ഞാൽ കംപ്രഷൻ ആൻഡ് റെയർ ഫാക്ഷൻസ് എന്ന് പറഞ്ഞാൽ. ഇനി ശബ്ദത്തിന്റെ തീവ്രത അളക്കുന്ന യൂണിറ്റ് എന്താണ്? ഡെസിബൽ ആണ് കേട്ടോ. എന്താണ്? ഡെസിബൽ ആണ് ശബ്ദത്തിന്റെ തീവ്രത അളക്കുന്ന യൂണിറ്റ്. അതുപോലെ ഒരു സെക്കൻഡിൽ വസ്തുവിന് ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണമാണെന്ന് പറഞ്ഞാൽ ആവൃത്തി എന്ന് പറഞ്ഞാൽ കേട്ടോ. എന്താണ്? ഒരു സെക്കൻഡിൽ വസ്തുവിനുണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി, ഇല്ലെങ്കിൽ ആവൃത്തിയുടെ ഇംഗ്ലീഷ് നാമം എന്താണ്? ഫ്രീക്വൻസി കേട്ടോ. എന്താണ്? ഫ്രീക്വൻസി. ഓക്കെ, അപ്പോൾ ഒരു സെക്കൻഡിൽ വസ്തുവിന് ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണമാണെന്ന് പറഞ്ഞാൽ ആവൃത്തി എന്ന് പറഞ്ഞാൽ ആവൃത്തിയുടെ ഒരു ഇക്വേഷൻ ഉണ്ട്, ഫ്രീക്വൻസിയുടെ ഒരു ഇക്വേഷൻ ഉണ്ട്. ആവൃത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ദോലനങ്ങളുടെ എണ്ണം ഡിവൈഡഡ് ബൈ സമയം. അതായത് ഇത്ര സമയത്തിനുള്ളിൽ എത്രമാത്രം വേവ് തരംഗങ്ങളാണ്, അല്ലെങ്കിൽ എത്രമാത്രം ഒരു വേവ്സ് ആണ്, നമ്പർ ഓഫ് വേവ്സ്. ഓക്കെ, നമ്പർ ഓഫ് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ, അതാണെന്ന് പറഞ്ഞാൽ ആവൃത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ആവൃത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ദോലനങ്ങളുടെ എണ്ണം. ഓക്കെ, ഡിവൈഡഡ് ബൈ ടൈം. ഓക്കെ, സമയം. എന്താണ്? ദോലനങ്ങൾ എണ്ണം ഡിവൈഡഡ് ബൈ സമയം, അതാണെന്ന് പറഞ്ഞാൽ ആവൃത്തി എന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പം അത് ഓർക്കുക. അടുത്തത് വായുവിലൂടെ ശബ്ദത്തിന്റെ പ്രവേഗം. ഓക്കെ, വായുവിലൂടെ ശബ്ദത്തിന്റെ സ്പീഡ്, പ്രവേഗം എത്രയാണ്? 340 മീറ്റർ പെർ സെക്കൻഡ്. എത്രയാണ്? 340 മീറ്റർ പെർ സെക്കൻഡ് ആണ് വായുവിലൂടെ ശബ്ദത്തിന്റെ പ്രവേഗം എന്ന് പറഞ്ഞാൽ. ഇനി ശബ്ദത്തിന്റെ വേഗ വാതകങ്ങളിലേക്കാൾ ഖരപദാർത്ഥങ്ങളിലാണ് കൂടുതൽ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണ്? ഖരത്തിലാണ് ഏറ്റവും സ്പീഡിൽ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വേഗത്തിൽ ശബ്ദത്തിന് സഞ്ചരിക്കാനായിട്ട് പറ്റുന്നത്. അപ്പം എന്താണ് ഇവിടെ പറയുന്നത്? ശബ്ദത്തിന്റെ വേഗത വാതകങ്ങളിലേക്കാൾ ഖരപദാർത്ഥങ്ങളിലാണ് കൂടുതലായിട്ടുള്ളത്. ഓക്കെ, അടുത്തത് മനുഷ്യന്റെ ശ്രവണ പരിധി എത്രയാണ്? നമ്മൾ ഓൾറെഡി കണ്ടു അല്ലെ? 20 ഹെർട്സ് തൊട്ട് 20,000 ഹെർട്സ് വരെ, ഇല്ലെങ്കിൽ 20 ഹെർട്സ് തൊട്ട് 20 കിലോ ഹെർട്സ് വരെ എന്ന് നമുക്ക് പറയാം.
അടുത്തത് മനുഷ്യന്റെ ശ്രവണ പരിധിയിലും ഉയർന്ന ശബ്ദം ഏതാണ്? അപ്പം മനുഷ്യന്റെ ശ്രവണ പരിധിയിലും, അതായത് 20,000 ഹെർട്സ് അല്ലെങ്കിൽ 20 കിലോ ഹെർട്സിനേക്കാളും ഉയർന്ന ശബ്ദത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ന് പറഞ്ഞാൽ അൾട്രാസോണിക് സൗണ്ട്. എന്താണ് അൾട്രാസോണിക് സൗണ്ട് കേട്ടോ. ഈ സോനാർ എന്ന് പറയുന്ന ഉപകരണമൊക്കെ, ഓക്കെ, സോനാർ എന്ന് പറയുന്ന ഉപകരണമൊക്കെ നമ്മൾ ഈ ഒരു അൾട്രാസോണിക് സൗണ്ടിന്റെ ആ ഒരു ഇതുകൊണ്ട് നമ്മൾ പ്രവർത്തിപ്പിക്കുന്നതാണ് ഈ ഒരു സോനാർ എന്ന് പറയുന്ന ഉപകരണമൊക്കെ കേട്ടോ. അങ്ങനെയും ചിലപ്പോൾ ചോദിക്കാം. അപ്പം സോണാർ എന്ന് പറയുന്ന ഉപകരണം ഏത് ഇതിന്റെ അല്ലെങ്കിൽ ഏത് സൗണ്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒന്നാണ്? ഏതാണ്? അൾട്രാസോണിക് സൗണ്ട് കേട്ടോ. ഇനി അൾട്രാസോണിക് ശബ്ദം ഉപയോഗിച്ച് ഇരയെ പിടിക്കുന്ന ജീവി ഏതാണ്? വവ്വാല്. ഓക്കെ, എന്താണ്? വവ്വാല്. അതായത് വവ്വാലുകൾ രാത്രിയിൽ ഇങ്ങനെ ട്രാവൽ ചെയ്ത് പോകുമ്പോഴത്തേക്ക് എന്താണ് ഈ അൾട്രാസോണിക് സൗണ്ട് എന്ത് ചെയ്യും? അവർ പ്രൊഡ്യൂസ് ചെയ്യും. ഇത് എന്താണ്? അതിന് തൊട്ട് മുൻപിൽ എന്തെങ്കിലും ഒരു പ്രതിയോഗി വന്ന് നിൽക്കുമ്പോഴത്തേക്ക് അതിൽ ഹിറ്റ് ചെയ്യും. അപ്പോൾ ഇന്ന് മനസ്സിലാകും എത്രമാത്രം ദൂരത്തിലാണ് നിൽക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പോൾ എന്താണ്? അൾട്രാസോണിക് ശബ്ദം ഉപയോഗിച്ച് ഇരയെ പിടിക്കുന്ന ജീവിയാണ് എന്ത്? വവ്വാല്. ഇനി നമ്മളുടെ ശ്രവണപരിധി എത്രയായിരുന്നു? 20 ഹെർട്സ് തൊട്ട് 20,000 ഹെർട്സ് വരെ, അല്ലെങ്കിൽ 20 ഹെർട്സ് തൊട്ട് 20 കിലോ ഹെർട്സ് വരെ ആയിരുന്നു. അപ്പം മനുഷ്യന്റെ ശ്രവണ പരിധിയിലും താഴ്ന്ന ശബ്ദം, ഉയർന്ന ശബ്ദം നമ്മളോട് കണ്ടു, എന്താണ്? അൾട്രാസോണിക് സൗണ്ട് ആണ്. മനുഷ്യന്റെ ശ്രവണ പരിധിയിലും താഴ്ന്ന ശബ്ദം ഏതാണ്? ഇൻഫ്രാസോണിക് സൗണ്ട് ആണ് കേട്ടോ. എന്താണ്? ഇൻഫ്രാസോണിക് സൗണ്ട് ആണ്. ഇൻഫ്രാസോണിക് സൗണ്ട് ആണ് കേട്ടോ. ഓക്കെ, അപ്പം മനുഷ്യന്റെ ശ്രവണ പരിധിയിലും ഉയർന്ന ശബ്ദത്തിനെ എന്തെന്ന് വിളിക്കുന്നു? അൾട്രാസോണിക് സൗണ്ട് എന്ന് വിളിക്കുന്നു. മനുഷ്യന്റെ ശ്രവണ പരിധിയിലും താഴ്ന്ന ശബ്ദത്തെ എന്തെന്ന് വിളിക്കുന്നു? ഇൻഫ്രാസോണിക് സൗണ്ട് എന്ന് വിളിക്കുന്നു. ഓക്കെ, അടുത്തത് തിമിംഗലം, ആന, ജിറാഫ് തുടങ്ങിയ മൃഗങ്ങൾക്ക് ഇൻഫ്രാസോണിക് സൗണ്ട് പുറപ്പെടുവിക്കാനും തിരിച്ചറിയാനുമുള്ള കഴിവുണ്ട്. ശബ്ദത്തിന്റെ കുറഞ്ഞ, ഓക്കെ, അതാണ് കേട്ടോ. അപ്പം എന്താണ്? തിമിംഗലം, ആന, ജിറാഫ് പോലെയുള്ള എന്താണ് മൃഗങ്ങൾക്ക് ഈ ഒരു ഇൻഫ്രാസോണിക് സൗണ്ടുകൾ തിരിച്ചറിയാനുള്ള കഴിവുകളുണ്ട്. ഓക്കെ, അതും ഓർത്തു വെക്കുക കേട്ടോ. ശബ്ദത്തിന്റെ പിന്നെ നമ്മൾ ഇതിനോടനുബന്ധിച്ച് ഒരെണ്ണം കണ്ടായിരുന്നു അല്ലെ? ഭൂകമ്പം ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ആ ഒരു ശബ്ദ തരംഗങ്ങൾ ഏതിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഏതിലാണ്? അതും എന്താണ്? ഇൻഫ്രാസോണിക് ആണ് കേട്ടോ. ഓക്കെ, അടുത്തത് ശബ്ദത്തിന്റെ കുറഞ്ഞ വേഗതയെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, ശബ്ദത്തിന്റെ കുറഞ്ഞ വേഗതയെ സൂചിപ്പിക്കുന്നതാണെന്ന് പറഞ്ഞാൽ സബ്സോണിക് ഇല്ലെങ്കിൽ ഇൻഫ്രാസോണിക് എന്ന് പറയുന്ന പദമാണ് കേട്ടോ. എന്താണ്? സബ്സോണിക് അല്ലെങ്കിൽ ഇൻഫ്രാസോണിക് ആണ് എന്തെന്ന് പറഞ്ഞാൽ ശബ്ദത്തിന്റെ കുറഞ്ഞ വേഗതയെ സൂചിപ്പിക്കുന്നത്. ഇനി ശബ്ദത്തെക്കാൾ 2 ഇരട്ടി വേഗതയെ സൂചിപ്പിക്കുന്നത് എന്താണ്? സൂപ്പർ സോണിക്. എന്താണ്? സൂപ്പർ സോണിക്. ശബ്ദത്തെക്കാൾ 2 ഇരട്ടി വേഗതയെ, അതെന്താണ്? 2 ടൈംസ്. ഓക്കെ, 2 ഇരട്ടി വേഗതയെ സൂചിപ്പിക്കുന്ന എന്താണ്? സൂപ്പർ സോണിക് എന്നും. ഇനി ശബ്ദത്തിന്റെ കുറഞ്ഞ വേഗതയെ സൂചിപ്പിക്കുന്ന എന്താണ്? സബ്സോണിക് അല്ലെങ്കിൽ ഇൻഫ്രാസോണിക് എന്നും. ഇനി ശബ്ദത്തിന്റെ 5 ഇരട്ടി, എത്രയാണ്? 5 ഇരട്ടി വേഗതയെ സൂചിപ്പിക്കുന്നത് എന്താണ്? ഹൈപ്പർ സോണിക് എന്നുമാണ്. എന്താണ്? ഹൈപ്പർ സോണിക് എന്നുമാണ് കേട്ടോ. അപ്പം ശബ്ദത്തിന്റെ 5 ഇരട്ടി വേഗതയെ സൂചിപ്പിക്കുന്നത് എന്താണ്? ഹൈപ്പർ സോണിക് എന്നാണ്. അടുത്തത് ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്ന മാധ്യമം ഏതാണ്? ഖരം. ഏതാണ്? ഖരം. പിന്നെ നമുക്ക് സ്റ്റീലിന്റെ എടുക്കാം കേട്ടോ. സ്റ്റീലിന്റെയും പറയാറുണ്ട്. ഏകദേശം ഒരു 5000 ആ ഒരു വാല്യൂ ആണ് സ്റ്റീലിന് വരുന്നത് കേട്ടോ. ഏകദേശം 5000-ന്റെ ഒക്കെ വാല്യൂ ആണ് ഈ ഒരു സ്റ്റീലിൽ എന്ന് പറഞ്ഞാൽ കേട്ടോ. സ്റ്റീലിൽ ശബ്ദത്തിന്റെ വേഗത എന്ന് പറഞ്ഞാൽ. അപ്പൊ ഏറ്റവും വേഗത്തിൽ ശബ്ദം സഞ്ചരിക്കുന്ന മാധ്യമം ഏതാണ്? ഖരമാണ്. അത് കഴിഞ്ഞിട്ടാണ് ദ്രാവകം, അത് കഴിഞ്ഞിട്ടാണ് വാതകം വരുന്നത് കേട്ടോ. അടുത്തത് ശബ്ദത്തിന്റെ വേഗത ഏറ്റവും കുറഞ്ഞ മാധ്യമം ഏതാണ്? വാതകമാണ് കേട്ടോ. ഏതാണ്? വാതകമാണ്. ഖരം എന്ന് പറഞ്ഞാൽ എന്താണ്? സോളിഡ്സ് ആണ്. വാതകം എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്യാസസ് ആണ്. ഓക്കെ, കേൾക്കുന്ന ശബ്ദത്തിന്റെ കൂർമ്മത ഇതെന്ന് പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ ശബ്ദത്തിന്റെ സവിശേഷതകളാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് ഡയറക്റ്റ് അതിൻ്റെ സെന്റൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡെഫിനീഷൻ അങ്ങനെ പറഞ്ഞ് ചോദിക്കാം. ഓക്കെ, അങ്ങനെ തന്നിട്ട് ഇതെന്താണ് അല്ലെങ്കിൽ എന്താണ് കേൾക്കുന്ന ശബ്ദത്തിന്റെ കൂർമ്മത എന്താണ്, അതെന്താണ്, അങ്ങനെ ചിലപ്പോൾ നിങ്ങളോട് ഡയറക്റ്റ് ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പം കേൾക്കുന്ന ശബ്ദത്തിന്റെ കൂർമ്മത എന്താണ്? സ്ഥായിയാണ് കേട്ടോ. എന്താണ്? സ്ഥായി അല്ലെങ്കിൽ പിച്ച് എന്ന് പറയും. ഓക്കെ, സ്ഥായി അല്ലെങ്കിൽ പിച്ചാണ് എന്തെന്ന് പറഞ്ഞാൽ ശബ്ദത്തിന്റെ അല്ലെങ്കിൽ കേൾക്കുന്ന ശബ്ദത്തിന്റെ കൂർമ്മത എന്ന് പറഞ്ഞാൽ. അടുത്തത് സ്ഥായി ശബ്ദത്തിന്റെ ആവൃത്തിയെ ആശ്രയിച്ചിരിക്കുന്നു. അപ്പം സ്ഥായി അല്ലെങ്കിൽ പിച്ച് എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? ആവൃത്തിനെ ആശ്രയിച്ചിരിക്കുന്നു. ഓക്കെ, എന്താണ്? സ്ഥായി എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? ആവൃത്തി. അങ്ങനെ റിലേറ്റ് ചെയ്ത് പഠിക്കുക കേട്ടോ.
ഓക്കെ, ആവൃത്തിനെ ആശ്രയിച്ചിരിക്കുന്നു. ഇനി ശബ്ദം ഒരു വ്യക്തിയിൽ ഉണ്ടാക്കുന്ന കേൾവി അനുഭവത്തിന്റെ അളവ് എന്താണ്? ഉച്ചത. അതായത് നമുക്ക് എന്താണ് നമ്മൾക്ക് കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കും കേൾക്കുന്ന ഒരിന്റെ അളവാണെന്ന് പറഞ്ഞാൽ ഉച്ചത അല്ലെങ്കിൽ ലൗഡ്നെസ് എന്ന് പറഞ്ഞാൽ. ഇപ്പം ചിലർക്ക് ഇപ്പം നമ്മൾ ക്ലാസ്സിൽ ശബ്ദം ഉണ്ടാക്കാതിരിക്കുക എന്ന് പറയുമ്പോൾ ടീച്ചർ പറയുമ്പോഴത്തേക്ക് നമ്മൾ ഫ്രണ്ട്സിനോട് ചെവിയിൽ ഭയങ്കരമായിട്ട് കുശുകുശുക്കത്തില്ലേ? അതെന്താണ്? കുറഞ്ഞ ഉച്ചത്തിലാണ്. ഓക്കെ, കുറഞ്ഞ ഉച്ചത്തിൽ അല്ലെങ്കിൽ ടീച്ചർ തന്നെ പറയത്തില്ല എന്താണ്? കുറഞ്ഞ സൗണ്ട് സംസാരിക്കുക അല്ലെങ്കിൽ കുറഞ്ഞ ഉച്ചത്തിൽ സംസാരിക്കുക. അതാണെന്ന് പറഞ്ഞാൽ ലൗഡ്നെസ് എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ ടീച്ചർ ക്ലാസ്സിൽ നിന്ന് പോയി ഇന്റർവെൽ സമയമൊക്കെ ആണെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ ഭയങ്കര ഉച്ചത്തിലാണല്ലേ ശബ്ദം ഉണ്ടാക്കുന്നത്. അതാണ് കേട്ടോ ഉച്ചത. അല്ലെങ്കിൽ എന്തെന്ന് പറഞ്ഞാൽ ശബ്ദം ഒരു വ്യക്തിയിൽ ഉണ്ടാക്കുന്ന കേൾവി അനുഭവത്തിന്റെ അളവ്. അത് ഓരോ ആൾക്കാരിലും വ്യത്യസ്തമായിട്ടിരിക്കും കേട്ടോ. ഇപ്പം പ്രായമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഒരുപാട് ഉച്ചത്തിലുള്ള എന്താണ് ശബ്ദമൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട്. അടുത്തത് ഉച്ചതയുടെ യൂണിറ്റ്. ഓക്കെ, എന്താണ് ഉച്ചതയുടെ യൂണിറ്റ്? എന്താണ്? ഡെസിബിൾ ആണ് കേട്ടോ. എന്താണ്? ഡെസിബിൾ ആണ്. ഇത്ര ഡെസിബിൾ സൗണ്ട് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഉച്ചത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. അപ്പം ലൗഡ്നെസ് മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഡെസിബൽ മീറ്റർ ആണ്. എന്താണ്? ഡെസിബൽ മീറ്റർ ആണ്. അടുത്ത എന്താണ്? ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണം എന്താണ്? ആവൃത്തി. എന്താണ്? ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങൾ. നമ്മൾ ഓൾറെഡി അതിന്റെ നേരത്തെ ഇക്വേഷൻ കണ്ടായിരുന്നു. എന്തായിരുന്നു? എഫ് ഈസ് ഈക്വൽ ടു n/t എന്ന് പറഞ്ഞാൽ അല്ലേ? നമ്മൾ ആ ഓൾറെഡി ഇക്വേഷൻ കണ്ടായിരുന്നു. ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണമാണെന്ന് പറഞ്ഞാൽ ആവൃത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ആവൃത്തി എന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പം ഇത്രയൊക്കെയാണ്. അപ്പം നമുക്ക് ശബ്ദത്തെക്കുറിച്ച് ആക്ച്വലി ഇനിയും കുറേ പറയാനുണ്ട്. ശബ്ദത്തിനെക്കുറിച്ച് നമുക്ക് ആക്ച്വലി കുറേ പറയാനുണ്ട്. പക്ഷേ എക്സാമിൻ്റെ ഇതിൽ നോക്കുമ്പോഴത്തേക്ക് എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള ഭാഗങ്ങളാണ് ഏതൊക്കെയെന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ശ്രവണ പരിധി എത്രയാണ്, അതാണ് എപ്പോഴും കൂടുതലായിട്ട് എല്ലാവരും തെറ്റിക്കാൻ ചാൻസ് ഉള്ളതും കൂടുതലായിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള ഭാഗവും അത് തന്നെയാണ് കേട്ടോ. പിന്നെ ശബ്ദത്തിൻ്റെ സവിശേഷതകൾ. ഓക്കെ, ശബ്ദത്തിൻ്റെ എന്താണ് ആ ഒരു സവിശേഷതകൾ. പിന്നെ ശബ്ദം ഓരോ ഇതിലൂടെയും ഓരോ മാധ്യമത്തിലൂടെയും കടന്നു പോകുമ്പോഴത്തേക്കുള്ള ഒരു സ്പീഡിൻ്റെ ആ ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഓർഡർ കാര്യങ്ങൾ അല്ലെങ്കിൽ ഏത് മാധ്യമത്തിലാണ് ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് അല്ലെങ്കിൽ ഏത് മാധ്യമത്തിലാണ് ഏറ്റവും കുറവ് വേഗത്തിൽ സഞ്ചരിക്കുന്നത് അതും ചോദിക്കാറുണ്ട്. പിന്നെ നമ്മൾ കണ്ടില്ലേ എന്താണ് അതായത് 20 ഹെർട്സിന് താഴെയുള്ളത് ഏതാണ്? നമ്മുടെ അതായത് മനുഷ്യൻ്റെ ശ്രവണ പരിധിയേക്കാളും താഴെയുള്ള സൗണ്ടുകൾ ഏതാണ്? അല്ലെങ്കിൽ അതിനേക്കാളും ഉയർന്ന ശബ്ദങ്ങൾ ഏതാണ്? എന്താണ്? ഇൻഫ്രാസോണിക് സൗണ്ടുകളും അതുപോലെ എന്താണ് അൾട്രാസോണിക് സൗണ്ടുകളും. പിന്നെ അവയുടെ എന്താണ് ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ അൾട്രാസോണിക് സൗണ്ട് എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻഫ്രാസോണിക് ശബ്ദങ്ങൾ എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? അപ്പോൾ അങ്ങനത്തെ കാര്യം കൂടെയൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രധാനപ്പെട്ട് നോക്കേണ്ട ഒരു ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ നമുക്ക് ഇപ്പം നമ്മൾ എന്തൊക്കെ കണ്ടു? ആദ്യമേ നമ്മൾ ദ്രവ്യവും പിണ്ഡവും കണ്ടു. പിന്നെ ശബ്ദവും പ്രകാശവും ആയിരുന്നു. ശബ്ദവും പ്രകാശത്തിലെ ശബ്ദത്തിൽ ഇപ്പം റിലവൻ്റ് ആയിട്ട് കുറച്ച് ചോദ്യങ്ങളും കണ്ടു, അതിൻ്റെ ഫാക്റ്റുകളും കണ്ടു. അടുത്ത ടോപ്പിക്കാണെന്ന് പറഞ്ഞാൽ പ്രകാശം എന്ന് പറഞ്ഞാൽ കേട്ടോ. അടുത്ത ടോപ്പിക്കാണ് പ്രകാശം എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മുടെ അടുത്ത ടോപ്പിക്കാണ്. അപ്പോൾ ശബ്ദവും പ്രകാശത്തിനകത്തെ അടുത്ത ടോപ്പിക്കാണ് പ്രകാശം. അപ്പം പ്രകാശത്തിൻ്റെ ഭാഗത്തുനിന്ന് റിലവൻ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്താണ് ആദ്യത്തേത്? എന്താണ്? സൗരചൂളയിൽ ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? എന്താണ് സൗരചൂളയിൽ ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? ഓപ്ഷൻ എ കോൺവെക്സ് ദർപ്പണം, ഓപ്ഷൻ ബി സമതല ദർപ്പണം, ഓപ്ഷൻ സി സിലിണ്ടറിക്കൽ ദർപ്പണം, ഓപ്ഷൻ ഡി കോൺകേവ് ദർപ്പണം. അപ്പോൾ എന്താണ് ഇതിന്റെ ഉത്തരം വരുന്ന ഏതാണ്? കോൺകേവ് ദർപ്പണമാണ് കേട്ടോ. എന്താണ്? കോൺകേവ് ദർപ്പണമാണ്. എന്താണ്? കോൺകേവ് ദർപ്പണമാണ് ഇതിന്റെ ഉത്തരം കേട്ടോ. സൗരചൂളയിൽ ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? കോൺകേവ് ദർപ്പണമാണ്. അപ്പം അങ്ങനെ നമ്മളോട് ചോദിക്കുക എന്താണ്? കോൺവെക്സ് ദർപ്പണവും കോൺകേവ് ദർപ്പണമാണ് നമുക്ക് മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ അത് എവിടൊക്കെയാണ് അതൊക്കെ യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളോട് അറിഞ്ഞിരിക്കുക കേട്ടോ. അത് എക്സാമിന് ചോദിക്കുന്നതാണ്. അടുത്തത് ദർപ്പണത്തിന്റെ പ്രതിപതന തലത്തിന്റെ മധ്യബിന്ദു. അതായത് എന്താണ്? ആ ഒരു മിററിന്റെ അല്ലെങ്കിൽ ദർപ്പണത്തിന്റെ ആ ഒരു സെന്റർ, ദർപ്പണത്തിന്റെ എന്താണ് സെന്റർ ഭാഗം. ഓക്കെ, എന്താണ് ദർപ്പണത്തിന്റെ ഒരു സെന്റർ ഭാഗം ഏതാണ്? മധ്യബിന്ദു ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ഓപ്ഷൻ തന്നിരിക്കുന്നത് വക്രത ആരം, രണ്ടാമത്തത് എന്താണ് അപ്പർച്ചർ, മൂന്നാമത്തത് പോൾ, നാലാമത്തത് എന്താണ് മുഖ്യ അക്ഷം. അപ്പോൾ ഏതാണ് ഉത്തരം വരുന്നത്? പോളാണ് കേട്ടോ. ഈ മധ്യഭാഗത്തെ നമ്മൾ എഴുതുന്ന അല്ലെങ്കിൽ മധ്യബിന്ദുവിനെ നമ്മൾ എഴുതുന്ന പേരെന്താണ്? പോളാണ് കേട്ടോ. എന്താണ്? പോളാണ് അതിൻ്റെ ഉത്തരം വരുന്നത്. അടുത്തത്
തുല്യ വലിപ്പമുള്ള രണ്ട് സമതല ദർപ്പണത്തിനിടയിൽ വെച്ചിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്രതിബിംബങ്ങളുടെ എണ്ണം 3 ആകണമെങ്കിൽ, അപ്പം എന്താണ് ഇത് 3 ആകണമെങ്കിൽ ദർപ്പണങ്ങൾ തമ്മിലുള്ള കോണളവ് എത്ര ഡിഗ്രി ആയിരിക്കണം? അപ്പം ഇത് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ n ഈസ് ഈക്വൽ ടു എന്താണ്? n ഈസ് ഈക്വൽ ടു അതായത് എത്ര എണ്ണം, ഓക്കെ, എത്ര എണ്ണം ഇവിടെ എത്ര കൊടുത്തിരിക്കുന്നത്? 3 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പം എത്ര എണ്ണം എന്നാണ് n എന്നുള്ള ഇത് വെച്ച് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. n ഈസ് ഈക്വൽ ടു 360 ഡിഗ്രി ഡിവൈഡഡ് ബൈ തീറ്റ മൈനസ് 1. എത്രയാണ്? 360 ഡിഗ്രി ഡിവൈഡഡ് ബൈ തീറ്റ മൈനസ് 1 ആണ്. അപ്പം എന്താണ് ഇവിടെ നമുക്ക് എത്ര എണ്ണമാണ് കിട്ടിയിരിക്കുന്നത്? 3 എണ്ണമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം 3 എണ്ണം കിട്ടണമെങ്കിൽ ഈ ഒരു തീറ്റ അല്ലെങ്കിൽ ആ ഒരു കോണളവ് എത്രയായിരിക്കണം? 90 ഡിഗ്രി ആയിരിക്കണം. എത്രയായിരിക്കണം? 90 ഡിഗ്രി ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് 360 ഡിവൈഡ് ബൈ 90 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നത്? 4 ആണല്ലേ കിട്ടുന്നത്. അപ്പം ഈസ് ഈക്വൽ ടു 4 മൈനസ് 1 വരത്തുള്ളൂ. 4 മൈനസ് 1 എത്രയാണ്? 3 ആണ്. അതാണ് 3 എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഉത്തരം വരുന്നത്? അതിൻ്റെ കോണളവ് എത്രയാണ്? 90 ഡിഗ്രിയാണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ഇവിടെ ഉത്തരം വരുന്നത്. ഇതാണ് അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഏറ്റവും ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ് കേട്ടോ. n ഈസ് ഈക്വൽ ടു 360 ഡിവൈഡ് ബൈ തീറ്റ മൈനസ് 1. ഇതാണ് ഉത്തരം വരുന്നത്. അടുത്തത്, ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ വക്രത ആരം എത്രയാണ്? 40 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അപ്പം വക്രത ആരം എത്രയാണ് തന്നിരിക്കുന്നത്? 40 ആണ് തന്നിരിക്കുന്നത്. അപ്പം വക്രത ആരം എത്രയാണ് തന്നിരിക്കുന്നത്? 40 ആണ് തന്നിരിക്കുന്നത്. പ്രോബ്ലം ഒക്കെ വരുമ്പോഴത്തേക്ക് ഒരു പ്രോബ്ലം ഒക്കെ വരുമ്പോഴത്തേക്ക് നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ ആ ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്, എന്തൊക്കെ സാധനങ്ങൾ ആ ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട് അത് ആദ്യമേ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് എഴുതി വെക്കുക. എന്താണ് കണ്ടുപിടിക്കേണ്ടതെന്ന് നോക്കുക. അപ്പം നമുക്ക് തന്നിട്ടുള്ള സാധനവും നമുക്ക് കണ്ടുപിടിക്കേണ്ട സാധനവും നമ്മൾ ആദ്യമേ എഴുതി വെക്കുകയാണെങ്കിൽ, ലിസ്റ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് അതിനെ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ നമുക്ക് പെട്ടെന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ എന്താണ്? വക്രത ആരം എത്ര തന്നിട്ടുണ്ട്? 40 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. ഈ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം എത്രയാണ്? എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ ഇത് കണ്ടുപിടിക്കുന്നത് അല്ലേ? അപ്പോൾ 6 തന്നിട്ടുണ്ട്, നമുക്ക് എഫ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 6നെയും എഫിനെയും കൂടെ ബന്ധിപ്പിക്കുന്ന ഇക്വേഷൻ ഏതാണെന്ന് നോക്കണം. ഏതാണ് ഇക്വേഷൻ? r ഈസ് ഈക്വൽ ടു 2f അല്ലേ? എന്താണ്? r ഈസ് ഈക്വൽ ടു 2f ആണ്. ഇല്ലെങ്കിൽ എഫ് കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ നമുക്ക് 6 തന്നിട്ടുണ്ട്, എഫ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ എഫ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എഫ് ഈസ് ഈക്വൽ ടു r/2. എന്താണ്? എഫ് ഈസ് ഈക്വൽ ടു r/2 ആണ് ഇക്വേഷൻ വരുന്നത്. അപ്പോൾ എഫ് ഈസ് ഈക്വൽ ടു r/2 എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ തന്നിരിക്കുന്നത് 40 ആണ് അല്ലേ? അപ്പം 40 ഡിവൈഡഡ് ബൈ 2 എത്രയാണ്? 20 സെൻറ്റിമീറ്റർ. അപ്പം ഫോക്കസ് ദൂരം എത്രയാണ്? 20 സെൻറ്റിമീറ്റർ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോലെ കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോരുത്. r ഈസ് ഈക്വൽ ടു 2f ആണ്. ഇല്ലെങ്കിൽ എഫ് കണ്ടുപിടിക്കാനായിട്ട് r/2 ചെയ്തേച്ചാൽ മതി. അപ്പോൾ ഇതാണ് ഉത്തരം വരുന്നത്. ഓക്കെ. അടുത്തത്, പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു അല്ലേ? അപ്പോൾ എന്താണ്? പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രവേശിക്കുമ്പോഴേക്ക് അതിൻ്റെ ആ ഒരു ഇതിൽ വ്യത്യാസം സംഭവിക്കുന്നു. അതിൻ്റെ പാതയ്ക്ക് ഒരു വ്യത്യാസം അല്ലെങ്കിൽ വ്യതിയാനം സംഭവിക്കുന്നു. ഈ പ്രതിഭാസത്തിന് പറയുന്ന പേരെന്താണ്? ഈ പ്രതിഭാസത്തിന് പറയുന്ന പേരെന്താണ്? എന്താണ് ഉത്തരം വരുന്നത്? നമുക്കറിയാം ഏതാണ്? അപവർത്തനമാണ് അല്ലേ? എന്താണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം. എന്താണ്? അപവർത്തനമാണ് കേട്ടോ. അപവർത്തനമാണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ഇത് ചോദിക്കുന്നതാണ്. ഇത് ഡെഫിനീഷൻസ് വൈസ് ചോദിക്കുന്നതാണ്. അടുത്തത്, പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് സാന്ദ്രതാ വ്യത്യാസമുള്ള എന്താ സാന്ദ്രതാ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. അപ്പം രണ്ട് മാധ്യമം നമ്മൾ എടുക്കുവാണെങ്കിൽ ഒരു മാധ്യമത്തിൻ്റെ ആ ഒരു സാന്ദ്രതാ വ്യത്യാസം എന്ന് പറഞ്ഞാൽ കൂടുതലായിരിക്കും, എന്തായിരിക്കും? കുറവായിരിക്കും. ആ ഒരു ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്തായിരിക്കും? ഒന്നിൽ കൂടുതലും ഒന്നിൽ കുറവുമായിരിക്കും. എന്താണ്? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലുള്ള മീഡിയവും അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവുള്ള മീഡിയം. അപ്പം അങ്ങനെയാണ് ലൈറ്റ് എന്ത് ചെയ്യുന്നത്? ട്രാവൽ ചെയ്യുന്നത്. അപ്പം സാന്ദ്രതാ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ പാതയ്ക്ക് ഉണ്ടാകുന്ന വ്യതിയാനമാണ്. കണ്ടോ? നേരത്തെ ചോദിച്ച സെയിം ചോദ്യമായിരുന്നു അല്ലേ? ഉത്തരം എന്താണ്? അപവർത്തനം തന്നെയാണ്. അപവർത്തനം തന്നെയാണ് കേട്ടോ. എന്താണ് അപവർത്തനം എന്ന് പറഞ്ഞാൽ? എന്താണ്? റിഫ്രാക്ഷൻ.
റിഫ്രാക്ഷൻ അല്ലേ. റിഫ്രാക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത്? പ്രകാശം, അതായത് എന്താണ് പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ, അപ്പം ഈ രണ്ട് മാധ്യമങ്ങൾ തമ്മിലുള്ള ആ ഒരു എന്താണ് ബന്ധം, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ സാന്ദ്രത വ്യത്യാസമാണ്, അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. ഒന്നിന് കൂടുതലായിരിക്കും, ഒന്നിന് കുറവായിരിക്കും. എന്താണ് പ്രകാശം കൂടുതലിൽ നിന്ന് കുറവുള്ളതിലേക്കും ട്രാവൽ ചെയ്യാറുണ്ട്, കുറവിൽ നിന്ന് കൂടുതലേക്കും ട്രാവൽ ചെയ്യാറുണ്ട്. അപ്പം അതിൻ്റെ ആ ഒരു എന്താണ് ആ ഒരു പാത, അത് ട്രാവൽ ചെയ്യുന്ന പാത എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ആ ഇതിനെ അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു ഫിനോമിനെ വിളിക്കുന്ന പേരാണെന്ന് പറഞ്ഞാൽ റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ. അപ്പം എന്താണ് ഇതിൻ്റെ എല്ലാം ഡെഫിനിഷൻസ് ബേസ് എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം കേട്ടോ. എന്താണ് ഈ ഒരു റിഫ്രാക്ഷൻ, അല്ലെങ്കിൽ എന്താണ് അപവർത്തനം എന്നുള്ള ഒരു ഫിനോമിന എന്താണ് അറിഞ്ഞിരിക്കണം. അടുത്തത്, പ്രകാശരശ്മി ഒരു പ്രിസത്തിൽ കൂടി കടന്നു പോകുമ്പോൾ 7 വർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസമാണ് 1 അപവർത്തനം, 2 പ്രതിഫലനം, 3 വിസരണം, 4 പൂർണ്ണ ആന്തര പ്രതിഫലനം. അപ്പം എന്താണ് ഇവിടെ ഉത്തരം വരുന്നത്? ഓപ്ഷൻ സി വിസരണമാണ്. വിസരണമാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഏതാണ്? വിസരണമാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. അപ്പോൾ നമ്മൾ പ്രീവിയസ് ഇയറിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ഉള്ളത് 2024 കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ കണ്ടത്. ഇനി ഇതിനോടനുബന്ധിച്ചുള്ള കുറച്ച് ഫാക്റ്റുകൾ നമുക്ക് നോക്കാവേ. ഓക്കെ, അപ്പോൾ പ്രകാശം ഏത് തരംഗങ്ങളായിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്? ഏത് തരംഗങ്ങളാണ്? ട്രാൻസ്വേഴ്സ് വേവ് ആണ്. എന്താണ്? ട്രാൻസ്വേഴ്സ് വേവ് ആയിട്ടാണ്, അല്ലെങ്കിൽ എന്താണ്? അനുപ്രസ്ഥ തരംഗങ്ങളാണ്. എന്താണ്? അനുപ്രസ്ഥ തരംഗങ്ങൾ അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് വേവുകളായിട്ടാണ് ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത്. എങ്ങനെയാണ്? ഇങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ എന്താണ്? ട്രാൻസ്വേഴ്സ് വേവ് രൂപത്തിലാണ്, അല്ലെങ്കിൽ അനുപ്രസ്ഥ തരംഗങ്ങളായിട്ടാണ് പ്രകാശം യാത്ര ചെയ്യുന്നത്. അത് അങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് അങ്ങനെയാണ് സഞ്ചരിക്കുന്നത് എന്ന് കണ്ടെത്തിയ വ്യക്തി ആരാണ്? അഗസ്റ്റിൻ ഫ്രെണൽ. ആരാണ്? അഗസ്റ്റിൻ ഫ്രെണൽ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് ഇത് കണ്ടെത്തിയത്. അതായത് പ്രകാശം അനുപ്രസ്ഥ തരംഗങ്ങളായിട്ടാണ് സഞ്ചരിക്കുന്നത് എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് അഗസ്റ്റിൻ ഫ്രെണൽ. പ്രകാശം ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത് ശൂന്യതയിലൂടെയാണെന്ന് കണ്ടെത്തിയത്. ഇപ്പം പ്രകാശത്തിന് സഞ്ചരിക്കാൻ ഒരു മാധ്യമത്തിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. എന്താണ്? കാരണം പ്രകാശം എന്താണ്? ശൂന്യതയിലും സഞ്ചരിക്കും. അതുകൊണ്ട് പ്രകാശത്തിന് സഞ്ചരിക്കാൻ എന്താണ്? കൃത്യമായിട്ടൊരു മാധ്യമത്തിന്റെ ആവശ്യമില്ല. അപ്പം അത് എന്താണ്? പ്രകാശം ഏറ്റവും വേഗത്തിൽ വാക്യൂത്തിൽ കൂടെ അല്ലെങ്കിൽ ശൂന്യതയിൽ കൂടെയാണ് യാത്ര ചെയ്യുന്നത് എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ലിയോൺ ഫുക്കാൾട്ട് കേട്ടോ. എന്താണ്? ലിയോൺ ഫുക്കാൾട്ട് ആണ് ഇത് ഏറ്റവും കൂടുതൽ എന്താണ് പ്രകാശം ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഏതിൽ കൂടെയാണ്? ശൂന്യതയിൽ കൂടെയാണെന്ന് കണ്ടെത്തിയത് ഈ ഒരു ശാസ്ത്രജ്ഞനാണ്. പ്രകാശത്തിന്റെ സാന്ദ്രത ഏറ്റവും കുറഞ്ഞ മാധ്യമം എന്താണ്? പ്രകാശത്തിന്റെ സാന്ദ്രത ഏറ്റവും കുറഞ്ഞ മാധ്യമം ഏതാണ്? ശൂന്യതയാണ്. പ്രകാശത്തിന്റെ വേഗത ഏറ്റവും കുറഞ്ഞ മാധ്യമം ഏതാണ്? വജ്രമാണ് കേട്ടോ. പ്രകാശത്തിന്റെ വേഗത ഏറ്റവും കൂടുതൽ കുറഞ്ഞ മാധ്യമം ഏതാണ്? വജ്രമാണ്. അതുപോലെ പ്രകാശത്തിന്റെ സാന്ദ്രത ഏറ്റവും കൂടിയ മാധ്യമം എന്താണ്? പ്രകാശത്തിന്റെ സാന്ദ്രത ഏറ്റവും കൂടിയ മാധ്യമം വജ്രമാണ്. പ്രകാശത്തിന്റെ വേഗത ഏറ്റവും കുറഞ്ഞ മാധ്യമം ഏതാണ്? വജ്രമാണ്. അപ്പൊ അങ്ങനെ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത്. പ്രകാശത്തിന്റെ വേഗത ഏറ്റവും കുറഞ്ഞ മാധ്യമം എന്താണ്? വജ്രമാണ്. എന്താണ്? പ്രകാശത്തിന്റെ എന്താണ് വേഗത ഏറ്റവും കുറഞ്ഞ മാധ്യമം ഏതാണ്? വജ്രമാണ്. എന്നാൽ എന്താണ് കൂടുതൽ? സാന്ദ്രത എന്താണ്? വജ്രത്തിലാണ് കൂടുതൽ. പ്രകാശത്തിന്റെ സാന്ദ്രത ഏറ്റവും കൂടുതൽ എത്രയാണ്? ഏത് ഇതിലാണ്? വജ്രത്തിലാണ് കേട്ടോ. ഏകദേശം അതിന്റെ ഒരു വാല്യൂ എന്ന് പറഞ്ഞാൽ 2.42 ആണ് ഇതിന്റെ സാന്ദ്രത എന്ന് പറഞ്ഞാൽ കേട്ടോ. വജ്രത്തിന്റെ തിളക്കത്തിന് കാരണം എന്താണ്? വജ്രത്തിന്റെ കാന്തിക കോൺ ചെറുതായതിനാൽ കേട്ടോ. അപ്പം വജ്രത്തിന്റെ കാന്തിക കോൺ ചെറുതായതിനാലാണ് അതിന്റെ വജ്രത്തിന്റെ തിളക്കത്തിന് കാരണം എന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പം എന്താണ്? പ്രകാശം ഏത് രൂപത്തിലാണ് ട്രാവൽ ചെയ്യുന്നത്? അനുപ്രസ്ഥ തരംഗങ്ങളായിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. അത് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? അഗസ്റ്റിൻ ഫ്രെണലാണ് കണ്ടെത്തിയത്. ഇനി ശൂന്യതയിലാണ് പ്രകാശം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത് എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ലിയോൺ ഫുക്കാൾട്ടാണ് കണ്ടെത്തിയത്. പ്രകാശ സാന്ദ്രത ഏറ്റവും കുറഞ്ഞ മാധ്യമം ഏതാണ്? ശൂന്യത. പ്രകാശ വേഗത ഏറ്റവും കുറഞ്ഞ മാധ്യമം വജ്രവും പ്രകാശ സാന്ദ്രത ഏറ്റവും കൂടിയ മാധ്യമം വജ്രവുമാണ്. വജ്രത്തിന്റെ തിളക്കത്തിന് കാരണം എന്താണ്? വജ്രത്തിന്റെ കാന്തിക കോൺ എന്താണ്? ചെറുതായതിനാലാണ്. അപ്പൊ ഇനി ഇതാണ് നമ്മുടെ എന്തെന്ന് പറഞ്ഞാൽ ആ ഒരു വിസിബിൾ സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ അല്ലെ. എന്താണ് വിസിബിൾ സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ? ഇതാണ്. അല്ലെങ്കിൽ എന്താണ്? നമ്മൾക്ക് കാണാൻ കഴിവുള്ള ആ ഒരു പ്രകാശ രശ്മികൾ ഉള്ള ഭാഗമാണെന്ന് പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? വിബ്ജ്യൂർ എന്ന് നമുക്ക് പറയാം അല്ലെ. എന്താണ്? വിബ്ജ്യൂർ എന്ന് നമുക്ക് പറയാം. ഓക്കെ, വിബ്ജ്യൂർ എന്ന് നമുക്ക് പറയാം കേട്ടോ.
വിബ്ജ്വർ എന്ന് നമുക്ക് പറയാം. അപ്പോൾ എന്താണ്, ഇതാണ് വിബ്ജ്വർ എന്ന് പറഞ്ഞാൽ. എന്താ, ഏതൊക്കെ കളറാണ്? വി എന്ന് പറയുന്നത് വയലറ്റ്, ഐ എന്ന് പറഞ്ഞാൽ ഇൻഡിഗോ, ബി എന്ന് പറഞ്ഞാൽ ബ്ലൂ, ജി ഗ്രീന്, യെല്ലോ, വൈ യെല്ലോ, ഓ ഓറഞ്ച്, ആർ എന്താണ് റെഡ്. അപ്പോൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ വിബ്ജ്വർ. ഓക്കെ, വിബ്ജ്വർ പോകുന്നത് അതിൻ്റെ ഒരു പടമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പം വൈദ്യുത കാന്തിക സ്പെക്ട്രത്തിൽ ഏറ്റവും ഇടുങ്ങിയ ഭാഗം, ഓക്കെ, ഇടുങ്ങിയ ഭാഗം ഏതാണ്? ദൃശ്യപ്രകാശമാണ് കേട്ടോ. ആ ഒരു എന്താണ് വൈദ്യുത കാന്തിക സ്പെക്ട്രം എന്ന് പറയുമ്പോഴത്തേക്ക് പലതുണ്ട്. ഏതൊക്കെയാണ്? ഗാമ തരംഗങ്ങളുണ്ട്, മൈക്രോവേവ് ഉണ്ട്, അങ്ങനെ പലതുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്ത് ഏറ്റവും ഇടുങ്ങിയ ഭാഗം ഏതാണ്? ദൃശ്യപ്രകാശം, ഇല്ലെങ്കിൽ എന്താണ്? വിസിബിൾ ലൈറ്റ്. ദൃശ്യപ്രകാശത്തിന്റെ തരംഗ ദൈർഘ്യം എത്രയാണ്? 400 തൊട്ട് 700 നാനോമീറ്റർ വരെയാണ്. എത്രയാണ്? ദൃശ്യപ്രകാശത്തിന്റെ ദൈർഘ്യം, തരംഗ ദൈർഘ്യം ഇല്ലെങ്കിൽ എങ്ങനെ പറയാം? തരംഗ ദൈർഘ്യം വേവ് ലെങ്ത് കേട്ടോ, വേവ് ലെങ്ത് ആണേ. തരംഗ ദൈർഘ്യം വേവ് ലെങ്ത് ആണ്. തരംഗ ദൈർഘ്യം വേവ് ലെങ്ത്. അപ്പം അതിൻ്റെ ഒരു വാല്യൂ എത്രയാണ്? 400 തൊട്ട് 700 നാനോമീറ്റർ വരെയാണ്. ഗാലക്സികൾ തമ്മിലുള്ള ദൂരം അളക്കുവാനുള്ള യൂണിറ്റ്, അതായത് വലിയ ഇതല്ലേ ഗാലക്സി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് വളരെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ദൂരത്തിൻ്റെ SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മീറ്റർ ആണ് അല്ലേ? മീറ്ററിനേക്കാളും ചെറിയ ഒരു യൂണിറ്റ് ആണ് കിലോമീറ്റർ എന്ന് പറയുന്നത്. പക്ഷേ ഗാലക്സികൾ എന്നൊക്കെ പറയുമ്പോൾ അവർ തമ്മിലുള്ള ദൂരം എന്താണ്? വളരെ കൂടുതലാണ്. അപ്പം ഗാലക്സികൾ തമ്മിലുള്ള ദൂരം അളക്കാനുള്ള ആ ഒരു ഇതെന്ന് പറഞ്ഞാൽ എത്രയാണ്? പാർ സെക്കൻഡ് ആണ് കേട്ടോ. എന്താണ്? പാർ സെക്കൻഡ് ആണ് അതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ. ഇനി ഒരു പാർ സെക്കൻഡ് എത്ര പ്രകാശ വർഷമാണ്? എന്താണ്? ഒരു പാർ സെക്കൻഡ് എത്ര പ്രകാശമാണ്? ഒരു പാർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 3.26 പ്രകാശ വർഷം. പ്രകാശ വർഷം എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഇയർ കേട്ടോ. പ്രകാശ വർഷം എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഇയറേ. പ്രകാശവർഷം എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഇയർ. ഇനി പ്രകാശ തീവ്രതയുടെ എന്താണ് യൂണിറ്റ്? പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് എന്താണ്? ക്യാൻഡലയാണ് കേട്ടോ. എന്താണ്? ക്യാൻഡല കേട്ടോ, ക്യാൻഡല. പ്രകാശ തീവ്രതയുടെ എന്താണ് യൂണിറ്റ് എന്നാണ്? അതായത് ലൂമിനസ് ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് എന്താണ്? ക്യാൻഡല കേട്ടോ. എന്താണ്? ക്യാൻഡലയാണ് അതിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്താണ്? വൈദ്യുത കാന്തിക ആ ഒരു സ്പെക്ട്രത്തിലെ ഏറ്റവും ഇടുങ്ങിയ ഭാഗം ഏതാണ്? ദൃശ്യപ്രകാശം, ഇല്ലെങ്കിൽ വിസിബിൾ ലൈറ്റ് ആണ്. അതിൻ്റെ ഒരു തരംഗ ദൈർഘ്യം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 400 തൊട്ട് 700 നാനോമീറ്റർ വരെയാണ്. ഗാലക്സികൾ തമ്മിലുള്ള ആ ഒരു എന്താണ് ദൂരം അളക്കുന്ന യൂണിറ്റ് എന്നാണ്? പാർ സെക്കൻഡ് ആണ്. ഒരു പാർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എത്ര പ്രകാശ വർഷമാണ്? 3.26 പ്രകാശ വർഷമാണ്. ഇനി പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ക്യാൻഡലയാണ് കേട്ടോ. എന്താണ്? ക്യാൻഡലയാണ്. ഓക്കെ, അടുത്തത് മിനുസമുള്ള പ്രതലത്തിൽ തട്ടി പ്രകാശം തിരിച്ചു വരുന്ന പ്രതിഭാസം. ഇപ്പം നമ്മൾ കണ്ട ക്വസ്റ്റ്യൻസിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്നു പറഞ്ഞാൽ ഓരോന്നിൻ്റെയും ഡെഫിനീഷൻസ് എന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ ഓരോന്നിൻ്റെയും ഡെഫിനീഷനാണ് നമ്മൾ നോക്കുന്നത്. മിനുസമുള്ള പ്രതലത്തിൽ തട്ടി പ്രകാശം തിരിച്ചു വരുന്ന പ്രതിഭാസമാണെന്ന് പറഞ്ഞാൽ പ്രതിഫലനം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതിഫലനം എന്ന് പറഞ്ഞാൽ പ്രതിഫലനം അല്ലെങ്കിൽ എന്തെന്ന് നമുക്ക് പറയാം? റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. എന്താണ്? റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് കേട്ടോ. റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് നമ്മളതെങ്ങനെയാണ് വരയ്ക്കുന്നത്? ഇതാണ് ഒരു മീഡിയം എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനെ നമ്മൾ നോർമൽ ലൈൻ എന്ന് വിളിക്കും. ഓക്കെ, അപ്പം എന്ത് ചെയ്യുന്നു? ആ ഒരു റേ ഇങ്ങനെ വരുന്നു. ഓക്കെ, അപ്പം കണ്ണാടിയിൽ നടക്കുന്ന പ്രകാശ പ്രതിഭാസം എന്താണ്? പ്രതിഫലനമാണ് കേട്ടോ. അപ്പൊ കണ്ണാടിയിൽ എന്ത് പ്രതിഭാസമാണ് നടക്കുന്നത്? എന്താണ്? പ്രതിഫലനമാണ് നടക്കുന്നത്. ഒരു പ്രതലത്തിൽ പതിക്കുന്ന കിരണങ്ങൾ എന്താണ്? പതന കിരണം അല്ലെങ്കിൽ ഇൻസിഡന്റ് റേ. ഇവിടെ ഏതാണ് ഇൻസിഡന്റ് റേ? ഇതാണ് ഇൻസിഡന്റ് റേ. AOB എന്ന് കൊടുക്കുവാണെങ്കിൽ ഇവിടെ ഇൻസിഡന്റ് റേ ഏതാണ്? അല്ലെങ്കിൽ പതന കിരണം ഏതാണ് വരുന്നത്? AO ആണ് കേട്ടോ. റേ AO ആണ് കറക്റ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ. അടുത്തത് പ്രതലത്തിൽ നിന്നും തിരിച്ചു വരുന്ന കിരണം. അതെന്താണ്? ഈ ഒരു മിനുസമുള്ള പ്രതലത്തിൽ തട്ടിയിട്ട് തിരിച്ചു പോകുന്ന റേ ആണ്. അതിനെ വിളിക്കുന്ന പേരെന്താണ്? പ്രതിപതന കിരണം കേട്ടോ. എന്താണ്? പ്രതിപതന കിരണം അല്ലെങ്കിൽ എന്താണ്? റിഫ്ലക്റ്റഡ് റേ എന്ന് നമുക്ക് പറയാം. അപ്പോൾ എന്താണ്? ഇതാണ് റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ കേട്ടോ. റിഫ്ലക്ഷൻ നമ്മൾ ജസ്റ്റ് ആയിട്ട് എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നതാണ് കേട്ടോ ഇങ്ങനെയെന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്താണ്? ഒരു മിനുസമുള്ള പ്രതലത്തിൽ തട്ടിയിട്ട് തിരിച്ചു പോകുന്നു, അതാണെന്ന് പറഞ്ഞാൽ പ്രതിഫലനം എന്ന് പറഞ്ഞാൽ. അടുത്തത് പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് വ്യത്യസ്തമായൊരു മാധ്യമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്ന പ്രതിഭാസമാണെന്ന് പറഞ്ഞാൽ അപവർത്തനം. എന്താണ്? അപവർത്തനം കേട്ടോ. അപ്പം എന്താണ്? നമ്മൾ രണ്ട് ക്വസ്റ്റ്യൻ കണ്ടതാണ് കേട്ടോ. അപ്പം അവിടെ എന്താണ് അപവർത്തനം ചോദിച്ചപ്പോൾ ചിലപ്പം അടുത്ത എക്സാമിന് ചിലപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രതിഫലനം എന്താണെന്ന് ചിലപ്പം ചോദിക്കാം. അല്ലെങ്കിൽ ആ ഒരു ഡെഫിനേഷൻ തന്നിട്ട് അത് ഏത് ഫിനോമിനൻ ആണെന്ന് നമ്മളോട് വേണമെങ്കിൽ ചോദിക്കാം.
അപ്പം പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു വ്യത്യസ്തമായ വ്യത്യസ്ത സാന്ദ്രതയിലുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുന്ന ആ ഒരു പ്രതിഭാസത്തിനെ വിളിക്കുന്ന പേരാണെന്ന് പറഞ്ഞാൽ അപവർത്തനം എന്ന് പറഞ്ഞാൽ കേട്ടോ. എന്താണ് അപവർത്തനം അല്ലെങ്കിൽ റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ. അപവർത്തനത്തിന് ഉദാഹരണങ്ങൾ എന്താണ്? നക്ഷത്രങ്ങൾ മിന്നി തിളങ്ങുന്നത്. എന്താണ് നക്ഷത്രങ്ങൾ മിന്നി തിളങ്ങുന്നത്? അതിനൊരു എക്സാമ്പിൾ ആണ്. പിന്നെ ജലത്തിൽ താഴ്ത്തി വെച്ചിരിക്കുന്ന കമ്പ്, നമ്മൾ ഈ ഒരു ഗ്ലാസ്സിനകത്ത് നമ്മൾ വെള്ളം എടുത്ത് നമ്മളൊരു പെൻസിൽ ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ ഇത് ഒടിഞ്ഞിരിക്കുന്നത് പോലെ നമുക്ക് ജസ്റ്റ് ആയിട്ട് തോന്നും, അല്ലെങ്കിൽ അത് കുറച്ചുകൂടെ റേസ് ആയിട്ടിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. അതൊക്കെ എന്താണ്? ഈ ഒരു അപവർത്തനത്തിന് എക്സാമ്പിൾ ആണ്. പിന്നെ സൂര്യോദയത്തിന് അല്പം മുൻപ് സൂര്യാസ്തമയവും ശേഷവും സൂര്യപ്രകാശം കാണാനായിട്ട് സാധിക്കുന്നത്, അതും എന്താണ്? ഈ ഒരു അപവർത്തനത്തിന്റെ ഉദാഹരണങ്ങളാണ്. അടുത്തത്, പ്രകാശം ഒരു മാധ്യമത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ മാധ്യമം അതിന്റെ വേഗതയെ എത്രത്തോളം സ്വാധീനിക്കുന്നു എന്ന് കാണിക്കുന്ന അളവാണെന്ന് പറഞ്ഞാൽ പ്രകാശിക സാന്ദ്രത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി കണ്ടായിരുന്നു. നമ്മൾ എന്താണ് അപവർത്തനം അല്ലെങ്കിൽ അപവർത്തനം സംഭവിക്കുമ്പോഴത്തേക്ക് എന്താണ് ഒരു മീഡിയത്തിന് അല്ലെങ്കിൽ ഒരു മാധ്യമത്തിന് എന്താണ് ആ ഒരു പ്രകാശിക സാന്ദ്രത എന്താണ് കൂടുതലും, മറ്റതിന് എന്താണ് കുറവുമായിരിക്കും. അപ്പൊ എന്ത് സംഭവിക്കുന്നു? ഇത് ലൈറ്റ് എന്ത് ചെയ്യുന്നു? ആ ഒരു സാന്ദ്രത കുറവുള്ളിടത്ത് കൂടുതലുള്ളതിൽ സംഭവിക്കുന്നു, അല്ലെങ്കിൽ കൂടുതലിൽ നിന്ന് കുറവിലേക്ക് സംഭവിക്കുന്നു. അപ്പം സംഭവിക്കുന്നതാണെന്ന് പറഞ്ഞാൽ അപവർത്തനം എന്ന് പറഞ്ഞ പ്രക്രിയ എന്ന് പറഞ്ഞാൽ. അപ്പൊ അതിന്റെ ഒരു അളവിനെ കാണിക്കുന്നതാണെന്ന് പറഞ്ഞാൽ പ്രകാശിക സാന്ദ്രത എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ. അടുത്തത്, പ്രകാശത്തിന്റെ ശൂന്യതയിലെ വേഗതയും മാധ്യമത്തിലെ വേഗതയും തമ്മിലുള്ള അനുപാതം സൂചിപ്പിക്കുന്ന സ്ഥിരസംഖ്യയാണെന്ന് പറഞ്ഞാൽ അപവർത്തനാങ്കം. ഓക്കെ, അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കേട്ടോ. എന്താണ് പ്രകാശത്തിന്റെ ശൂന്യതയിലെ വേഗതയും മാധ്യമത്തിലെ വേഗതയും തമ്മിലുള്ള അനുപാതം സൂചിപ്പിക്കുന്ന സ്ഥിരസംഖ്യയാണെന്ന് പറഞ്ഞാൽ അപവർത്തനാങ്കം അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പം എന്തൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് കണ്ടത്? അതായത് ഓരോ ഫിനോമിനൻസ് അല്ലെങ്കിൽ എന്താണ് റിഫ്ലക്ഷൻ അല്ലെങ്കിൽ പ്രതിഫലനം എന്താണെന്ന് കണ്ടു, അതിനകത്തുള്ള റേയും കിരണങ്ങളും കാര്യങ്ങളുടെ പേരുകൾ കണ്ടു, പിന്നെ അപവർത്തനം കണ്ടു, അപവർത്തനത്തിന്റെ ഉദാഹരണങ്ങൾ കണ്ടു, പിന്നെന്താണ് പ്രകാശിക സാന്ദ്രത കണ്ടു അല്ലേ. അപ്പൊ ഇത്രയാണ്. അടുത്തത് നമുക്ക് നോക്കാം. ഓക്കെ, എന്താണ് പ്രകീർണനം? ഓക്കെ, എന്താണ് പ്രകീർണനം നോക്കാം. ഒരു സമന്വിത പ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി പിരിയുന്ന പ്രതിഭാസമാണെന്ന് പറഞ്ഞാൽ പ്രകീർണനം എന്ന് പറഞ്ഞാൽ. എക്സാമ്പിൾ, മഴവില്ലിന് കാരണമായ ഒരു ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകീർണനമാണ് കേട്ടോ. എന്താണ്? പ്രകീർണനമാണ്. തരംഗ ദൈർഘ്യം കൂടിയതും ആവൃത്തി കുറഞ്ഞതുമായ നിറവേതാണ്? ചുവപ്പാണ് കേട്ടോ. എന്താണ്? തരംഗ ദൈർഘ്യം കൂടുതലാണ്. എന്ത് കൂടുതലാണ്? വേവ് ലെങ്ത് കൂടുതലാണ്. വേവ് ലെങ്ത് ഏറ്റവും കൂടുതൽ ഏതിനാണ്? റെഡിനാണ്. അതേസമയം എന്താണ് കുറവ്? ആവൃത്തി കുറവാണ് കേട്ടോ. എന്താണ്? ആവൃത്തി കുറവാണ്. അതാണെന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ. വേവ് ലെങ്ത് കൂടുതലാണെങ്കിൽ ഫ്രീക്വൻസി എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. ആ ലൈറ്റ് ആണെന്ന് പറഞ്ഞാൽ റെഡ് എന്ന് പറഞ്ഞാൽ കേട്ടോ. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണെന്ന് പറഞ്ഞാൽ വയലറ്റ് എന്ന് പറഞ്ഞാൽ. വയലറ്റിന് തരംഗ ദൈർഘ്യം കുറവും അതുപോലെ ആവൃത്തി കൂടുതലുമായിരിക്കും. അതാണെന്ന് പറഞ്ഞാൽ വയലറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക്. തരംഗ ദൈർഘ്യം കുറഞ്ഞതും ആവൃത്തി കൂടിയതുമായ നിറം ഏതാണ്? വയലറ്റ് ആണ് കേട്ടോ. എന്താണ്? തരംഗ ദൈർഘ്യം കുറഞ്ഞതും ആവൃത്തി കൂടിയതുമായ യൂണിറ്റ് ഏതാണ്? ആ ഒരു നിറം ഏതാണ്? വയലറ്റ് ആണ് കേട്ടോ. അപ്പം ഇതും എക്സാമിന് ചോദിക്കാനായിട്ട് വളരെ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അല്ലെങ്കിൽ എന്താണ് തരംഗ ദൈർഘ്യം കൂടുതലുള്ള നിറം ഏതാണ്, അല്ലെങ്കിൽ തരംഗ ദൈർഘ്യം കുറഞ്ഞത് ആയിട്ടുള്ള നിറം ഏതാണ്, ഇല്ലെങ്കിൽ ആവൃത്തി കൂടിയ നിറം ഏതാണ്, ആവൃത്തി കുറഞ്ഞ നിറം ഏതാണ്, അങ്ങനെ ചോദിക്കാം. അടുത്തത്, പ്രകാശരശ്മികൾ അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളിലും മറ്റും തട്ടിയുണ്ടാകുന്ന ക്രമരഹിതവും അതുപോലെ ഭാഗികവുമായിട്ടുണ്ടാകുന്ന പ്രതിപതനമാണെന്ന് പറഞ്ഞാൽ വിസരണം എന്ന് പറഞ്ഞാൽ എന്താണ്? വിസരണം എന്ന് പറഞ്ഞാൽ സ്കാറ്ററിംഗ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ആകാശം നീല നിറത്തിൽ കാണുന്നത് എന്തുകൊണ്ടാണ്? വിസരണം കൊണ്ടാണ്. കടൽ നീല നിറത്തിൽ കാണുന്നത് എന്തുകൊണ്ടാണ്? വിസരണം കൊണ്ടാണ്. അസ്തമയ സൂര്യൻ ചുവന്ന നിറത്തിൽ കാണപ്പെടുന്നത് എന്തുകൊണ്ടാണ്? വിസരണം കൊണ്ടാണ്. ചന്ദ്രനിൽ ആകാശം ഇരുണ്ടതായി കാണപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അന്തരീക്ഷം ഇല്ലാത്തതിനാൽ, അല്ലെങ്കിൽ വിസരണം അവിടെ എന്ത് ചെയ്യുന്നില്ല? നടക്കുന്നില്ല. അപ്പം ചന്ദ്രനിൽ ആകാശം ഇരുണ്ടതായി കാണപ്പെടുന്നത് എന്തുകൊണ്ടാണ്? വിസരണം അവിടെ സംഭവിക്കാത്തത് കൊണ്ടാണ് കേട്ടോ. വിസരണം അവിടെ സംഭവിക്കാത്തതുകൊണ്ട്, അല്ലെങ്കിൽ എന്താണ് അവിടെ എന്തില്ല? അറ്റ്മോസ്ഫിയറിൽ അല്ലെങ്കിൽ അന്തരീക്ഷം അവിടെ ഇല്ല. ഓക്കെ, അപ്പൊ അടുത്തെന്ന് പറഞ്ഞാൽ എന്താണ്? പൂർണ്ണാന്തര പ്രതിപതനം എന്താണ്? പൂർണ്ണാന്തര പ്രതിപതനം എന്താണ്? പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ, അപ്പൊ എന്താണ്? രണ്ട് കണ്ടീഷൻസ് ആണ് ഇങ്ങനെ ഒരു പ്രതിഭാസം സംഭവിക്കണമെങ്കിൽ ഉള്ളത്. എന്തൊക്കെയാണ്? പ്രകാശ സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്കായിരിക്കണം പ്രകാശം സഞ്ചരിക്കുന്നത്, അതൊന്നാണ്. പിന്നെ ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടിയ പതന കോണിൽ പ്രകാശരശ്മി പ്രവേശിക്കുമ്പോൾ, അതായത് എന്താണ്? ക്രിട്ടിക്കൽ ആംഗിളിലുള്ളതുകൊണ്ട് അല്ലെ. ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? ഇപ്പൊ ഇതൊരു മീഡിയം ആണെങ്കിൽ
അതായത് ഇവിടുന്ന് ഇത് നോർമല്, ഇവിടുന്ന് വരുന്ന ആ ഒരു ഇൻസിഡൻറ്റ് റേ ഇങ്ങനെ പോകണം അല്ലേ. ആ ഒരു മീഡിയമായിട്ട് എന്തായിരിക്കണം, അതായത് റിഫ്രാക്റ്റഡ് റേ എന്ന് പറയുമ്പോൾ 90 ഡിഗ്രി ആയിരിക്കണം. അതിന് കാരണമായിട്ടുള്ള ആംഗിളിനെ അല്ലെങ്കിൽ അതിന് കാരണമായിട്ടുള്ള കോണിനെ വിളിക്കുന്ന പേരാണെന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ ആംഗിൾ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ കോൺ എന്ന് പറഞ്ഞാൽ അല്ലേ, അതാണെന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ. അപ്പം എന്താണ് ഈ ഒരു 90 ഡിഗ്രിക്ക് കാരണമായിട്ടുള്ള ആ ഒരു ഇൻസിഡൻറ്റ് റേനെ വിളിക്കുന്ന പേരാണെന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ. അപ്പം ഇങ്ങനെ ഒരു എന്താണ് പൂർണ്ണാന്തര പ്രതിപതനം സംഭവിക്കണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെയായിരിക്കണം, ഈ ഒരു ക്രിട്ടിക്കൽ ആംഗിളിനെക്കാട്ടിലും എന്തായിരിക്കണം, കൂടുതലായിരിക്കണം ആംഗിൾ എന്ന് പറഞ്ഞാൽ. അപ്പൊ എന്താണ്, കൂടിയ പതന കോണിൽ എന്താണ് പ്രകാശരശ്മി വന്ന് സംഭവിക്കുമ്പോഴത്തേക്ക് അതെന്ത് സംഭവിക്കുന്നു, അതിന് അപവർത്തനം സംഭവിക്കാതെ ഈ മീഡിയത്തിലേക്ക് തന്നെ എന്ത് ചെയ്യുന്നു, ആ ഒരു ലൈറ്റ് എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ ആ ഒരു പ്രകാശം വന്ന് വീഴുന്നു. അതിനെ വിളിക്കുന്ന പേരാണെന്ന് പറഞ്ഞാൽ പൂർണ്ണാന്തര എന്തെന്ന് പറഞ്ഞാൽ പ്രതിപതനം എന്ന് പറഞ്ഞാൽ. അപ്പൊ എന്താണ് പൂർണ്ണാന്തര പ്രതിപതനത്തിന്റെ 2 കണ്ടീഷൻസ് എന്തൊക്കെയാണ്, അതായത് എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കണം ട്രാവൽ ചെയ്യുന്നത്, അതായത് സാന്ദ്രത കൂടിയ ഭാഗത്തു നിന്ന് കുറഞ്ഞ ഭാഗത്തിലേക്കായിരിക്കണം ട്രാവൽ ചെയ്യുന്നത്. അതുപോലെ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും എങ്ങനെയായിരിക്കണം, കൂടുതലായിരിക്കണം ആ ഒരു ഇൻസിഡൻറ്റ് ആംഗിൾ അല്ലെങ്കിൽ എന്താണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് ഐയുടെ വാല്യൂ, ഓക്കെ, ഐയുടെ വാല്യൂ എന്തായിരിക്കണം, ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതലായിരിക്കണം. അപ്പം ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ ആ ഒരു ഏത് ആംഗിളാണോ, ഓക്കെ, ഏത് ആംഗിളാണ് ഈ ഒരു ആംഗിൾ തീറ്റ എന്ന് നമുക്ക് എടുക്കാം. അപ്പം അതിന് ആ ഒരു ആംഗിൾ വരുമ്പോഴത്തേക്ക് റിഫ്രാക്റ്റഡ് റേ അല്ലെങ്കിൽ റിഫ്രാക്റ്റഡ് അല്ലെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എത്രയായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. അതിന് കാരണമായിട്ടുള്ള ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണെന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ. അപ്പം ഈ ഒരു പൂർണ്ണാന്തര പ്രതിപതനം സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതലായിരിക്കണം അവിടുത്തെ ആംഗിൾ എന്ന് പറഞ്ഞാൽ. അടുത്തത് ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകളിൽ അതിവേഗതയിൽ വിവരവിനിമയത്തിന് സഹായിക്കുന്ന പ്രകാശ പ്രതിപതനമാണ് എന്നു പറഞ്ഞാൽ പൂർണ്ണ ആന്തരിക പ്രതിഫലനം എന്ന് പറഞ്ഞാൽ കേട്ടോ. എന്താണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഒപ്റ്റിക് ഫൈബർ ഉള്ള കേബിളുകളിലൊക്കെ കേട്ടോ എന്താണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഓക്കെ, എൻഡോസ്കോപ്പിയിൽ ഉപയോഗിക്കപ്പെടുന്ന പ്രകാശ പ്രതിഭാസമാണ് പൂർണ്ണ ആന്തരിക പ്രതിഫലനം. അപ്പൊ എവിടൊക്കെയാണ് ഇത് കണ്ടിരിക്കുന്നത്, എവിടേക്കാണ് ഒപ്റ്റിക് ഫൈബറുകളിൽ, എവിടെയാണ് ഒപ്റ്റിക് ഫൈബറുകളിൽ, അതുപോലെ എൻഡോസ്കോപ്പി ചെയ്യുന്നിടത്ത്. ഓക്കെ, അതാണെന്ന് പറഞ്ഞാൽ പ്രതിഫലനം എന്ന് പറഞ്ഞാൽ ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിന്റ് സംവിധാനത്തിലും ഓട്ടോമാറ്റിക് റെയിൻ സെന്ററുകളിലും ഉപയോഗപ്പെടുത്തുന്നത് എന്ത് തന്നെയാണ്, പൂർണ്ണ ആന്തരിക പ്രതിഫലനമാണ്. അതുപോലെ വജ്രത്തിന്റെ തിളക്കത്തിന് കാരണവും എന്ത് തന്നെയാണ്, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ പൂർണ്ണ ആന്തരിക പ്രതിഫലനമാണ്. അപ്പം ഈ ഓരോരോ പ്രതിഭാസങ്ങൾ തന്നിട്ട് ഇതിന് കാരണമായിട്ട് ഫിനോമിനൻ ഏതാണെന്ന് അല്ലെങ്കിൽ ഇതിന് കാരണമായിട്ടുള്ള ഫിനോമിനൻ ഏതാണെന്ന് നിങ്ങളോട് എന്ത് ചെയ്യും, ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതിനുള്ള ഇതെന്താണ്, പൂർണ്ണ ആന്തരിക പ്രതിഫലനം. എന്താണ് പൂർണ്ണ ആന്തരിക പ്രതിഫലനം. പൂർണ്ണ ആന്തരിക പ്രതിഫലനം ഉണ്ടാകണമെങ്കിലുള്ള 2 കണ്ടീഷൻ എന്താണ്, അതായത് പ്രകാശിക സാന്ദ്രത കൂടുതലുള്ളിടത്തുനിന്ന് കുറവുള്ളിടത്തോട്ടായിരിക്കണം ട്രാവൽ ചെയ്യുന്നത്, പ്രകാശം ട്രാവൽ ചെയ്യുന്നുണ്ടായിരിക്കുന്നത്. അതുപോലെ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ കോണിനേക്കാളും കൂടുതലായിട്ടുള്ള ഒരു ആംഗിൾ ആയിരിക്കണം അവിടെ ഉണ്ടാകേണ്ടത്. എങ്കിൽ മാത്രമേ എന്ത് പൂർണ്ണ ആന്തരിക പ്രതിഫലനം സംഭവിക്കത്തുള്ളൂ. അപ്പോൾ ആ ഒരു മീഡിയത്തിലോട്ടാണ്, അതായത് അപവർത്തനം സംഭവിക്കാതെ ആ ഒരു മാധ്യമത്തിലേക്ക് തന്നെ എന്ത് ചെയ്യുന്നു, ലൈറ്റ് വീഴുന്നു. അതിനെ വിളിക്കുന്ന പേരാണെന്ന് പറഞ്ഞാൽ പൂർണ്ണ ആന്തരിക പ്രതിഫലനം എന്ന് പറഞ്ഞാൽ. അടുത്തത് എന്താണ്, വിഭംഗനമാണ് കേട്ടോ. എന്താണ് വിഭംഗനം അല്ലെങ്കിൽ ഡിഫ്രാക്ഷൻ. എന്താണ് വിഭംഗനം അല്ലെങ്കിൽ ഡിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ. എന്താണ് വിഭംഗനം അല്ലെങ്കിൽ ഡിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ, സൂക്ഷ്മങ്ങളായ ആധാരീയ വസ്തുക്കളെ ചുറ്റി പ്രകാശം വളയുകയോ വ്യാപിക്കുകയോ ചെയ്യുന്ന എന്താണ് പ്രതിഭാസം. അതാണ് പ്രകാശത്തിന് എന്ത് സംഭവിക്കുന്നു, ഒരു വളവ് അല്ലെങ്കിൽ വ്യാപനം ഉണ്ടാകുന്നതാണെന്ന് പറഞ്ഞാൽ ആ ഒരു പ്രതിഭാസമാണെന്ന് പറഞ്ഞാൽ വിഭംഗനം എന്ന് പറഞ്ഞാൽ. എന്താണ്, സൂക്ഷ്മങ്ങളായ ആധാരീയ വസ്തുക്കളെ ചുറ്റി പ്രകാശം വളയുകയോ വ്യാപിക്കുകയോ ചെയ്യുന്ന പ്രതിഭാസമാണെന്ന് പറഞ്ഞാൽ ഡിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എന്തെന്ന് പറഞ്ഞാൽ വിഭംഗനം എന്ന് പറഞ്ഞാൽ. നിഴലുകൾ ക്രമരഹിതമായി കാണപ്പെടുന്ന പ്രതിഭാസം അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം നടക്കുന്ന എന്തുകൊണ്ടിട്ടാണ്, വിഭംഗനം കൊണ്ടിട്ടാണ്. സൂര്യനും ചന്ദ്രനും ചുറ്റുമുള്ള വലയം ഏത് പ്രകാശ പ്രതിഭാസമാണ്, ഏതാണ് വിഭംഗനമാണ് കേട്ടോ, വിഭംഗനമാണ്. അതുപോലെ CD-കളിൽ കാണപ്പെടുന്ന വർണ്ണരാജി, അല്ലെ നമുക്ക് CD ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് അങ്ങനെ ഒരു ലൈറ്റിന്റെ ഒരു ഫിനോമിനെ നമുക്ക് ഇങ്ങനെ കാണാനായിട്ട് പറ്റും. അത് എന്ത് പ്രതിഭാസം കൊണ്ടാണ്, വിഭംഗനം കൊണ്ടാണ്. അപ്പൊ വിഭംഗനം എന്ന് പറഞ്ഞാൽ എന്താണ്, ചെറുതായിട്ടുള്ള അല്ലെങ്കിൽ സൂക്ഷ്മമായിട്ടുള്ള ആധാരീയ വസ്തുക്കളെ തട്ടുമ്പോഴത്തേക്ക് ലൈറ്റിന് എന്ത് സംഭവിക്കുന്നു അല്ലെങ്കിൽ പ്രകാശത്തിന് എന്ത് സംഭവിക്കുന്നു, അതിനെന്ത് സംഭവിക്കുന്നു, ഒരു വളവോ അല്ലെങ്കിൽ എന്താണ് ഒരു വ്യാപനമോ ഉണ്ടാകുന്നു. അതിനെ വിളിക്കുന്ന പേരാണെന്ന് പറഞ്ഞാൽ വിഭംഗനം എന്ന് പറഞ്ഞാൽ കേട്ടോ, വിഭംഗനം എന്ന് പറഞ്ഞാൽ. അടുത്തത്
ഇന്റർഫറൻസ് അല്ലെങ്കിൽ എന്താണ് വ്യതികരണം. എന്താണ് വ്യതികരണം? അപ്പം ഈ ഒരു ലൈറ്റിന് ആക്ച്വലി ഒരുപാട് ഫിനോമിനാസ് ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ദേവി ഇത് മാറിപ്പോകരുത്. നമ്മൾ ഒത്തിരി കാരണം കണ്ടു അല്ലേ? പ്രതിഫലനം കണ്ടു, അതുപോലെ എന്താണ് അപവർത്തനം കണ്ടു, അങ്ങനെ ഒരുപാട് ഫിനോമിനാസ് കണ്ടു. അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിന്റെ ഡെഫിനിഷൻസും കാര്യങ്ങളും മാറിപ്പോലെ കേട്ടോ. അപ്പൊ എന്താണ് വ്യതികരണം അല്ലെങ്കിൽ ഇന്റർഫറൻസ് എന്ന് പറഞ്ഞാൽ ഒന്നിലേറെ പ്രകാശ തരംഗങ്ങൾ ഒരേ സ്ഥലത്തെത്തുമ്പോൾ അവയുടെ ഫലങ്ങൾ കൂടിച്ചേർന്നുണ്ടാകുന്ന പ്രതിഭാസമാണെന്ന് പറഞ്ഞാൽ വ്യതികരണം. അതായത് രണ്ട് തരംഗങ്ങൾ ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്ക് ഒരു സ്ഥലത്ത് എത്തുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നത്, അത് ഒന്ന് ചേർന്നായിട്ട് ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നു. അതായത് കൂടിച്ചേർന്നു, അതിൻ്റെ ഒരു രണ്ട് തരംഗങ്ങളുടെ കൂടിച്ചേരൽ, അതാണെന്ന് പറഞ്ഞാൽ ഇന്റർഫറൻസ് അല്ലെങ്കിൽ എന്താണ് വ്യതികരണം എന്ന് പറഞ്ഞാൽ. സോപ്പ് കുമിളകളിലും വെള്ളത്തിലുമുള്ള എണ്ണപ്പാളിയിലും കാണുന്ന മനോഹരമായ വർണ്ണങ്ങൾക്ക് കാരണം എന്താണ്? വ്യതികരണമാണ് കേട്ടോ. എന്താണ്? വ്യതികരണമാണ്. അതായത് സോപ്പിന്റെ ആ ഒരു പതയിൽ നമുക്ക് എന്താണ് ആ ഒരു മഴവില്ലിന് നിറം കാണാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഈ ഒരു നമ്മളിങ്ങനെ എണ്ണയൊക്കെ ഇങ്ങനെ നിലത്ത് കിടക്കുക അങ്ങനത്തെയൊക്കെ കാണുമല്ലോ. അങ്ങനത്തെയൊക്കെ നമ്മൾ റോഡിലൊക്കെ കിടക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ അതിൽ പ്രകാശം വന്ന് തട്ടുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുന്നതായിട്ട് കാണാൻ പറ്റും, നമുക്ക് ആ ഒരു മഴവില്ലിന് ഇത് കാണാനായിട്ട് പറ്റും. അപ്പോൾ അതിനായിട്ടൊക്കെ അവിടെയൊക്കെ സംഭവിക്കുന്ന അല്ലെങ്കിൽ അവിടെയൊക്കെ ഉണ്ടാകുന്ന എന്താണ് ആ ഒരു കളറിന് കാരണം എന്താണ്? ഒരു വ്യതികരണമാണ് അല്ലെങ്കിൽ എന്താണ്? ഇന്റർഫറൻസ് ആണ് കേട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ കണ്ട എന്തായിരുന്നു? ലൈറ്റിന്റെ ഓരോരോ പ്രതിഭാസത്തെ കുറിച്ചായിരുന്നു കേട്ടോ. അടുത്തത് മഴവില്ലിന് നിദാനമായ പ്രകാശ പ്രതിഭാസങ്ങൾ ഏതൊക്കെയാണ്? അതായത് മഴവില്ലിൽ സംഭവിക്കുന്ന അതിൻ്റെ ലൈറ്റിന്റെ ഫിനോമിനാസ് ഏതൊക്കെയാണ്? ആ ഒരു പ്രതിഭാസങ്ങൾ ഏതൊക്കെയാണ്? എന്തൊക്കെയാണ്? പ്രകീർണനം സംഭവിക്കുന്നുണ്ട്, അതുപോലെ അപവർത്തനം സംഭവിക്കുന്നുണ്ട്, പൂർണ്ണ ആന്തരിക പ്രതിഫലനം സംഭവിക്കുന്നുണ്ട്. അപ്പം മഴവില്ലിന് അല്ലെങ്കിൽ മഴവില്ലിൽ ആ ഒരു മഴത്തുള്ളി അല്ലെങ്കിൽ എന്താണ് ഒരു പ്രിസം അല്ലെ, എന്താണ് പ്രിസം പോലത്തെ സാധനമാണെന്ന് പറഞ്ഞാൽ അല്ലെ, മഴവില്ലിന്റെ ഒരു തുള്ളി അല്ലെങ്കിൽ മഴത്തുള്ളി എന്ന് പറഞ്ഞാൽ. അപ്പം അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കുന്നത്? എന്തൊക്കെയാണ്? പ്രകീർണനം സംഭവിക്കുന്നുണ്ട്, പിന്നെന്ത് സംഭവിക്കുന്നുണ്ട്? അപവർത്തനം സംഭവിക്കുന്നുണ്ട്, പൂർണ്ണ ആന്തരിക പ്രതിഫലനം അല്ലെ. അപ്പൊ എന്താണ് മഴത്തുള്ളി ആക്ച്വലി എന്ത് സംഭവിക്കുന്നു? ഒരു പ്രിസം പോലെ ആക്ട് ചെയ്യുന്നു. എന്താണ്? ഒരു പ്രിസം പോലെ ആക്ട് ചെയ്യുന്നു. അങ്ങനെ ആക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഈ ലൈറ്റ് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ലൈറ്റ് ഇങ്ങനെ ഈ ഒരു മഴവില്ലിലൂടെ കടന്നു പോകുമ്പോഴത്തേക്ക് മഴത്തുള്ളിയിൽ കൂടെ കടന്നു പോകുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുന്നു? അതിൻ്റെ എന്താണ് കമ്പോണന്റ് കളേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ എന്താണ് വിബ്ജ്യൂർ ആയിട്ടല്ലേ, വിബ്ജ്യൂർ ആയിട്ട് എന്ത് ചെയ്യുന്നു? സ്പ്ലിറ്റ് ആകുന്നു. അപ്പം ആ ഒരു ഫിനോമിനൻ ഓക്കെ അങ്ങനെ ആ ഒരു പ്രോസസ്സ് നടക്കുന്നതുകൊണ്ടാണ് ആക്ച്വലി എന്ത് സംഭവിക്കുന്നത്? നമുക്ക് മഴവില്ല് കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പം അതിനകത്ത് നടക്കുന്ന എന്താണ് ലൈറ്റിന്റെ എന്താണ് ഫിനോമിനസ് ഏതൊക്കെയാണ്? പ്രകീർണനം ഉണ്ട്, അതുപോലെ എന്താണ് അപവർത്തനമുണ്ട്, അതുപോലെ പൂർണ്ണ ആന്തരിക പ്രതിഫലനമുണ്ട് കേട്ടോ. അതുപോലെ മഴവില്ലിൽ ഏറ്റവും മുകളിൽ കാണപ്പെടുന്ന നിറം ഏതാണ്? ചുവപ്പാണ് കേട്ടോ. മഴവില്ലിൽ ഏറ്റവും കൂടുതൽ അതായത് മുകളിൽ ഏറ്റവും ഇത് കാണുന്ന ഏത് നിറമാണ്? ചുവപ്പാണ് കേട്ടോ. ഇതും എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. മധ്യഭാഗത്ത് കാണപ്പെടുന്ന നിറം ഏതാണ്? പച്ചയാണ് അല്ലെ. മധ്യഭാഗത്ത് കാണപ്പെടുന്ന അല്ലെ, നമുക്കറിയാം സെന്റർ ഭാഗം. ഓക്കെ, മധ്യഭാഗത്ത് കാണുന്ന ഏതാണ്? വിബ്ജ്യൂറിനകത്ത് G ആണ്, ഗ്രീൻ ആണ്, പച്ചയാണ്. ഏറ്റവും താഴെ കാണപ്പെടുന്ന നിറം ഏതാണ്? വയലറ്റ് ആണ് കേട്ടോ. ഏറ്റവും താഴെ കാണപ്പെടുന്ന നിറം ഏതാണ്? വയലറ്റ് ആണ്. മഴവില്ലിൽ ചുവപ്പ് നിറം കാണപ്പെടുന്ന കോൺ എത്രയാണ്? അതിൻ്റെ എത്രയാണ് അതിൻ്റെ ആംഗിൾ എന്ന് പറഞ്ഞാൽ 42.8 ഡിഗ്രി, 42.8 ഡിഗ്രിയാണ്. വയലറ്റ് നിറം കാണപ്പെടുന്ന കോൺ എത്രയാണ്? 40.8 ഡിഗ്രിയാണ്. ഇതും ചോദിക്കാൻ വളരെ ചാൻസ് ഉണ്ട്. അപ്പം മഴവില്ലിൽ ചുവപ്പ് നിറം കാണപ്പെടുന്ന കോൺ എത്രയാണ്? 42.8 ഡിഗ്രിയാണ്. ഇനി വയലറ്റ് നിറം കാണപ്പെടുന്ന കോൺ എത്രയാണ്? 40.8 ഡിഗ്രിയാണ്. അപ്പം ഇതും നോക്കുക കേട്ടോ. അപ്പം മഴവില്ലിനെ കുറിച്ചുള്ളതായിരുന്നു. അപ്പം അല്ലെങ്കിൽ മഴവില്ല് ഉണ്ടാകണമെങ്കിൽ അവിടെ നടക്കുന്ന ഒരു സംഭവം എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെ പ്രകാശ പ്രതിഭാസങ്ങൾ കാരണമാണ് അത് സംഭവിക്കുന്നത്? പ്രകീർണനം, അതുപോലെ അപവർത്തനം, പൂർണ്ണ ആന്തരിക പ്രതിഫലനം. ഇനി മഴവില്ലിന്റെ ഏറ്റവും മുകളിലുള്ള നിറം ഏതാണ്? ചുവപ്പ്. താഴെയുള്ള നിറം ഏതാണ്? വയലറ്റ്. മധ്യത്തിലുള്ള നിറം ഏതാണ്? പച്ച. ഇനി മഴവില്ലിന്റെ ചുവപ്പ് നിറത്തിന് കാരണമായിട്ടുള്ള കോൺ എത്രയാണ്? 42.8 ഡിഗ്രി. വയലറ്റ് നിറത്തിന് കാരണമായിട്ടുള്ള കോൺ അല്ലെങ്കിൽ കാണപ്പെടുന്ന കോൺ എത്രയാണ്? 40.8 ഡിഗ്രിയാണ് കേട്ടോ. 42.8ഉം 40.8. അതുപോലെ അടുത്ത എന്താണ്? ദർപ്പണങ്ങളെ കുറിച്ചാണ് കേട്ടോ. മിറേഴ്സിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. പ്രകാശത്തെ ക്രമമായി പ്രതിഫലിപ്പിക്കുന്ന പ്രതലങ്ങളാണെന്ന് പറഞ്ഞാൽ ദർപ്പണങ്ങൾ എന്ന് പറഞ്ഞാൽ കേട്ടോ. എന്താണ്? പ്രകാശത്തെ ക്രമമായി പ്രതിഫലിപ്പിക്കുന്ന പ്രതലങ്ങളാണെന്ന് പറഞ്ഞാൽ ദർപ്പണങ്ങൾ എന്ന് പറഞ്ഞാൽ. ഓക്കെ, വസ്തുക്കളുടെ പ്രകാശം ക്രമമായി പ്രതിഫലിക്കുന്ന പ്രതിഭാസമാണെന്ന് പറഞ്ഞാൽ ക്രമപ്രതിഫലനം ഇല്ലെങ്കിൽ റെഗുലർ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ കേട്ടോ. എന്താ റെഗുലർ റിഫ്ലക്ഷൻ? അതായത് ഇപ്പം
ലൈറ്റ് അല്ലെങ്കിൽ പ്രകാശം നല്ലൊരു സ്മൂത്ത് നല്ല മിനുസമുള്ള പാദത്തിൽ സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ വരുമ്പോഴത്തേക്ക് അവിടെ എന്ത് സംഭവിക്കുന്നു? റെഗുലർ റിഫ്ലക്ഷൻ സംഭവിക്കുന്നു. എന്താണ്? റെഗുലർ റിഫ്ലക്ഷൻ സംഭവിക്കുന്നു. അതേസമയം ഇങ്ങനത്തെ ഒരു പാതയിലാണ് ലൈറ്റ് ഇങ്ങനെ വന്ന് വീഴുന്നതെങ്കിൽ എന്താണ്? ഇറഗുലർ റിഫ്ലക്ഷൻ ആണ് സംഭവിക്കുന്നത്. അല്ലെങ്കിൽ എന്താണ്? വിസരിത പ്രതിഫലനം. എന്താണ് വിസരിത പ്രതിഫലനം? മിനുസമല്ലാത്ത പ്രതലത്തിൽ പ്രകാശം പതിക്കുമ്പോൾ ക്രമരഹിതമായി പ്രതിഫലിക്കുന്ന പ്രതിഭാസമാണെന്ന് പറഞ്ഞാൽ വിസരിത പ്രതിഫലനം എന്ന് പറഞ്ഞാൽ കേട്ടോ. എന്താണ്? റെഗുലർ റിഫ്ലക്ഷനും ഇറഗുലർ റിഫ്ലക്ഷനും. നല്ല മിനുസമുള്ള പാതയിലാണ് ലൈറ്റ് വന്ന് വീഴുന്നതെങ്കിൽ എന്താണ്? ക്രമപ്രതിഫലനവും അല്ലെങ്കിൽ എന്താണ്? റെഗുലർ റിഫ്ലക്ഷൻ. ഇനി എന്താണ്? വളരെ റഫായിട്ടുള്ളൊരു സർഫസിലാണ് അല്ലെങ്കിൽ മിനുസമല്ലാത്ത ഒരു പ്രതലത്തിലാണ് ലൈറ്റ് വന്ന് വീഴുന്നെങ്കിൽ അവിടെ ഉണ്ടാകുന്നതാണെന്ന് പറഞ്ഞാൽ വിസരിത പ്രതിഫലനം ഇല്ലെങ്കിൽ എന്താണ്? ഇറഗുലർ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ. ഇനി ഉപരിതലം സമതലമായ ദർപ്പണങ്ങളിലാണ് എന്തെന്ന് പറഞ്ഞാൽ സമതല ദർപ്പണങ്ങൾ എന്ന് പറഞ്ഞാൽ. പിന്നെ പ്രതിഫലനം ഗോളത്തിന്റെ ഭാഗമായി എന്ത് വരുന്നു? അതായത് എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മൾ 2 ടൈപ്പ് ദർപ്പണങ്ങളെ കുറിച്ച് നമ്മൾ നോക്കുന്നത്. എന്തൊക്കെയാണ്? കോൺകേവ് ദർപ്പണമുണ്ട്, കോൺവെക്സ് ദർപ്പണമുണ്ട്. എന്താണ്? കോൺകേവ് ദർപ്പണമുണ്ട്, കോൺവെക്സ് ദർപ്പണമുണ്ട്. അപ്പം ഈ ഒരു കോൺകേവ് ദർപ്പണവും കോൺവെക്സ് ദർപ്പണവും വേറെ ഉണ്ട്, പ്ലെയിൻ മിററും ഉണ്ട്. അതല്ല നമ്മളിപ്പം ഇതിനെക്കുറിച്ചാണ് കേട്ടോ. എന്താണ്? ഗോളീയ ദർപ്പണങ്ങളെ കുറിച്ചാണ് കേട്ടോ. എന്താണ്? ഗോളീയ ദർപ്പണങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ സ്പെറിക്കൽ മിറേഴ്സിനെ കുറിച്ചാണ്. ഈ ഒരു സ്പെറിക്കൽ മിറേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്പിയറിന്റെ ഭാഗമാണ്. അതായത് എന്താണ്? ഒരു ഗോളത്തിന്റെ ഭാഗമാണ് എന്തെന്ന് പറഞ്ഞാൽ ഈ ഒരു ഗോളീയ ദർപ്പണങ്ങൾ എന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പം പ്രതിഫലനം ഗോളത്തിന്റെ ഭാഗമായി വരുന്ന ദർപ്പണങ്ങളാണെന്ന് പറഞ്ഞാൽ ഗോളീയ ദർപ്പണങ്ങൾ എന്ന് പറഞ്ഞാൽ. ഓക്കെ. ഇപ്പം സമതല ദർപ്പണങ്ങളാണെന്ന് പറഞ്ഞാൽ പ്ലെയിൻ മിറർ കേട്ടോ. പ്ലെയിൻ മിറർ. ഓക്കെ. പ്ലെയിൻ മിറർ കേട്ടോ. പ്ലെയിൻ മിറർ നമ്മൾ മുഖം നോക്കുന്ന കണ്ണാടിയിലൊക്കെ എന്താണ് ആക്ച്വലി സംഭവിക്കുക? ആ ഒരു പ്ലെയിൻ മിററാണ് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി എന്താണ്? ഗോളീയ ദർപ്പണങ്ങൾ അല്ലെങ്കിൽ എന്താണ്? സ്പെറിക്കൽ മിറർ അല്ലെങ്കിൽ സൂത്ര കണ്ണാടിയായി ഉപയോഗിക്കുന്നത് എന്താണ്? സ്പെറിക്കൽ മിററാണ് കേട്ടോ. സ്പെറിക്കൽ മിറർ ആക്ച്വലി 2 എണ്ണം ഉണ്ട്. കോൺകേവും ഉണ്ട്, കോൺവെക്സും ഉണ്ട് കേട്ടോ. കോൺകേവും ഉണ്ട്, കോൺവെക്സും ഉണ്ട്. ഓക്കെ. അപ്പം കോൺകേവ് ദർപ്പണങ്ങൾ, കോൺവെക്സ് ദർപ്പണങ്ങൾ എന്നിവയാണ് പ്രധാന ഗോളീയ ദർപ്പണങ്ങൾ. അപ്പം നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞു എന്താണ്? കോൺകേവ് ദർപ്പണവും അതുപോലെ കോൺവെക്സ് ദർപ്പണവും 2 എണ്ണമാണ് പ്രധാനമായിട്ടുള്ളത്. പ്രതിപതന തലം അകത്തോട്ട് കുഴിഞ്ഞ ഗോളീയ ദർപ്പണമാണെന്ന് പറഞ്ഞാൽ കോൺകേവ് ദർപ്പണം. എന്താണ്? കോൺകേവ് ദർപ്പണം എന്ന് പറഞ്ഞാൽ ഓക്കെ എങ്ങനെ ഇരിക്കും? ഇങ്ങനെ ഒരെണ്ണം ഇങ്ങനെ ഒരെണ്ണം ഇങ്ങനെ ഇരിക്കും. അപ്പോൾ എന്താണ്? ഇതാണ് കോൺകേവ് എന്ന് പറഞ്ഞാൽ. ഇതാണ് കോൺകേവ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതിപതന തലം അകത്തോട്ട് കുഴിഞ്ഞ ഗോളീയ ദർപ്പണങ്ങളാണെന്ന് പറഞ്ഞാൽ കോൺകേവ് ദർപ്പണങ്ങൾ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കോൺകേവ് മിറർ എന്ന് പറഞ്ഞാൽ. ഇനി പ്രതിപതന തലം പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന ഗോളീയ ദർപ്പണങ്ങളാണെന്ന് പറഞ്ഞാൽ എന്തെന്ന് പറഞ്ഞാൽ കോൺവെക്സ് ദർപ്പണങ്ങൾ. ഇവിടെ അപ്പോൾ എവിടെയാണ് ഈ ഒരു റിഫ്ലക്ഷൻ സംഭവിക്കുന്നത്? ഇങ്ങനെ അല്ലെങ്കിൽ ഇവിടെ എന്ന് പറയുമ്പോൾ ഇങ്ങനെ. അകത്തോട്ട് പോകുന്നില്ല കേട്ടോ. ഇവിടെ സർഫസിൽ തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ്. ഇതെന്താണ്? കോൺകേവ് ദർപ്പണം. ഇത് കോൺവെക്സ്. ഓക്കെ. അപ്പോൾ അത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഗോളീയ ദർപ്പണങ്ങൾ എന്താണ്? 2 എണ്ണമാണ്. കോൺകേവ് ദർപ്പണവും കോൺവെക്സ് ദർപ്പണവും. എന്താണ്? കോൺകേവ് ദർപ്പണം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? അകത്തോട്ട് കുഴിഞ്ഞിരിക്കുന്നതും. ഇതെന്താണ്? കോൺവെക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് പുറത്തോട്ട് ഉന്തി നിൽക്കുന്നതുമാണ് കോൺവെക്സ് ദർപ്പണം എന്ന് പറഞ്ഞാൽ. ഒരു ദർപ്പണം ഏത് ഗോളത്തിൻ്റെ ഭാഗമാണോ ആ ഗോളത്തിൻ്റെ കേന്ദ്രഭാഗം, അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു ആ ഒരു നമ്മൾ എന്താണ് ഈ ഒരു ദർപ്പണങ്ങൾ അല്ലെങ്കിൽ എന്താണ് ഗോളീയ ദർപ്പണങ്ങൾ ഒരു ഗോളത്തിൻ്റെ ഭാഗം എന്ന് പറഞ്ഞായിരുന്നു അല്ലേ. ആ ഗോളത്തിന് എന്തുണ്ട്? ഒരു സെൻറ്റർ ഉണ്ട്. അപ്പോൾ ദേ ഇതാണ് നമ്മുടെ മിറർ എന്ന് വിചാരിച്ചു കേട്ടോ. ഇത്രയും ഭാഗമാണ് നമ്മുടെ മിറർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ദർപ്പണം എന്ന് പറഞ്ഞാൽ. അപ്പം ഈ ഒരു മിറർ അല്ലെങ്കിൽ ഈ ഒരു ദർപ്പണം എന്താണ്? ഒരു ഗോളത്തിൻ്റെ ഭാഗമാണ്. ആ ഗോളത്തിന് എന്തുണ്ട്? ഒരു മധ്യഭാഗമുണ്ട്. ആ ഗോളത്തിന് എന്തുണ്ട്? ഒരു മധ്യഭാഗമുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണെന്ന് പറഞ്ഞാൽ വക്രതാ കേന്ദ്രം എന്ന് പറഞ്ഞാൽ കേട്ടോ. എന്താണ്? വക്രതാ കേന്ദ്രം അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് കർവേച്ചർ. എന്താണ്? സി എന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും കേട്ടോ. സെൻറ്റർ ഓഫ് കർവേച്ചർ, വക്രതാ കേന്ദ്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് മാറിപ്പോവല്ലേ. മിററിൻ്റെ സെൻറ്റർ അല്ല. ഓക്കെ. ഇതാണ് നമ്മുടെ മിറർ. മിറർ ആക്ച്വലി എന്തുണ്ട്? ഇങ്ങനെ നമുക്കിങ്ങനെ ഡോട്ടഡ് ആയിട്ട് നമുക്ക് വരയ്ക്കാം. ഈ മിററിൻ്റെ ബാക്കി എന്തുണ്ട്? മിറർ ആക്ച്വലി എന്താണ്? ഒരു ഗോളത്തിൻ്റെ ഭാഗമാണ് അല്ലേ. അപ്പോൾ ആ ഗോളത്തിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ ബാക്കിയുള്ള ഭാഗങ്ങൾ നമ്മൾ കൂടിച്ചേർത്ത് നമുക്ക് എന്താണ്? ഒരു ഗോളമായിട്ട് നമുക്ക് സങ്കല്പിക്കാം. ആ ഗോളത്തിൻ്റെ മധ്യഭാഗമാണെന്ന് പറഞ്ഞാൽ വക്രതാ കേന്ദ്രം എന്ന് പറഞ്ഞാൽ. ഇനി വക്രതാ കേന്ദ്രത്തിൽ നിന്നും ദർപ്പണത്തിലേക്ക് വരയ്ക്കുന്ന ഏതൊരു രേഖയും ദർപ്പണത്തിന് ലംബമായിരിക്കും. എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും. ആ ഒരു എന്തെന്ന് പറഞ്ഞാൽ ആ വരയ്ക്കുന്ന രേഖ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും.
ഒരു ദർപ്പണം ഏത് ഗോളത്തിൽ ഏത് ഗോളത്തിന്റെ ഭാഗമാണോ ആ ഗോളത്തിന്റെ ആരമാണെന്ന് പറഞ്ഞാൽ എന്തെന്ന് പറഞ്ഞാൽ വക്രത ആരം എന്ന് പറഞ്ഞാൽ, അതായത് ഇത് നമ്മുടെ ആ ഒരു മിറർ അല്ലെങ്കിൽ ദർപ്പണത്തിൻ്റെ ആ ഒരു ഈ ഒരു ഭാഗം അറ്റം എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇവിടുന്ന് ഇവിടുന്ന് ഇവിടം വരെയുള്ള ദൂരം, ഓക്കെ, ഇവിടുന്ന് ഇവിടം വരെയുള്ള ദൂരമാണെന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് കർവേച്ചർ. ഓക്കെ, എന്താണ് റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞാൽ കേട്ടോ. റേഡിയസ് ഓഫ് കർവേച്ചർ R. നമ്മൾ അതിൻ്റെ ഒരു പ്രോബ്ലം ഓൾറെഡി നമ്മൾ കണ്ടായിരുന്നു കേട്ടോ. പ്രോബ്ലം ഓൾറെഡി നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ വരയ്ക്കാം? ഇത് മിററിൻ്റെ ഭാഗം നമ്മൾ വരച്ചു. ഇതിന് ഓരോ പേരുകളുണ്ട്. ഈ ഒരു മിററിന് എന്തുണ്ട്, ബാക്കി ഒരു ഭാഗമുണ്ട് അല്ലേ, അതിനെ നമുക്ക് എന്തായിട്ട് വിളിക്കാം? C ആയിട്ട് വിളിക്കാം, അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് കർവേച്ചർ, അല്ലെങ്കിൽ എന്താണ് വക്രതാ കേന്ദ്രം എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ദൂരമാണെന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞാൽ കേട്ടോ. ഇവിടുന്ന് ഇവിടം വരെയുള്ള ദൂരമാണെന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗം ദർപ്പണത്തിൻ്റെ ആ ഒരു സെൻറ്റർ അല്ലെങ്കിൽ മിററിൻ്റെ സെൻറ്ററിനെ വിളിക്കുന്ന പേരാണെന്ന് പറഞ്ഞാൽ പോൾ എന്ന് പറഞ്ഞാൽ കേട്ടോ. എന്താണ് പോൾ എന്ന് പറഞ്ഞാൽ? ഓക്കെ, ദർപ്പണത്തിൻ്റെ പ്രതിപതന തലത്തിലെ മധ്യബിന്ദുവാണെന്ന് പറഞ്ഞാൽ പോൾ എന്ന് പറഞ്ഞാൽ കേട്ടോ. എന്താണ് ദർപ്പണത്തിൻ്റെ പ്രതിപതന തലത്തിൻ്റെ മധ്യബിന്ദുവാണെന്ന് പറഞ്ഞാൽ പോൾ എന്ന് പറഞ്ഞാൽ വക്രതാ കേന്ദ്രത്തെയും പോളിനെയും ബന്ധിപ്പിച്ചുകൊണ്ട്, അതായത് ഈ ഒരു വര, ഓക്കെ, ഈ ഒരു വരേനെ വിളിക്കുന്ന പേരാണെന്ന് പറഞ്ഞാൽ നേർരേഖയാണെന്ന് പറഞ്ഞാൽ മുഖ്യ അക്ഷം അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ആക്സിസ്. എന്താണ് മുഖ്യ അക്ഷം? ഇത് എല്ലാം എന്ത് ചെയ്യണം? കാണാതെ പഠിക്കണം കേട്ടോ. ഇതെല്ലാം കാണാതെ പഠിക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഭാഗങ്ങളാണ് കേട്ടോ. എന്താണ് മുഖ്യ അക്ഷം എന്ന് പറഞ്ഞാൽ വക്രതാ കേന്ദ്രത്തെയും പോളിനെയും കൂടെ ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന ഒരു എന്താണ് നേർരേഖയാണെന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ ആക്സിസ് അല്ലെങ്കിൽ മുഖ്യ അക്ഷം എന്ന് പറഞ്ഞാൽ. അതുപോലെ പിന്നെ ഉള്ളതാണെന്ന് പറഞ്ഞാൽ ഫോക്കസ് ദൂരം. എന്താണ് ഫോക്കസ് ദൂരം എന്ന് പറഞ്ഞാൽ? ഓക്കെ, ഒരു ദർപ്പണത്തിൻ്റെ പോളിൽ നിന്ന് അതിൻ്റെ മുഖ്യ ഫോക്കസ് വരെ, എന്താണ് മുഖ്യ ഫോക്കസ്? മുഖ്യ ഫോക്കസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടാണ് കേട്ടോ. CFP നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ എളുപ്പമാണ്. നമ്മൾക്ക് എന്താണ് ആൽഫബറ്റിക്കൽ ഓർഡറിൽ വരുമ്പോഴത്തേക്ക് C ആദ്യം വരുന്നു, അത് കഴിഞ്ഞ് F വരുന്നു, അത് കഴിഞ്ഞ് P വരുന്നു അല്ലേ. CFP എന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. എന്താണ് സെൻറ്റർ ഓഫ് കർവേച്ചർ, ഫോക്കസ്, പോൾ. ഓക്കെ, അപ്പോൾ എന്താണ് ഫോക്കസ് ദൂരം എന്ന് പറഞ്ഞാൽ ഒരു ദർപ്പണത്തിൻ്റെ പോളിൽ നിന്ന് അതിൻ്റെ മുഖ്യ ഫോക്കസ് ആണ് നമ്മൾ ക്യാപിറ്റൽ F എഴുതിയിരിക്കുന്നത് കേട്ടോ. മുഖ്യ ഫോക്കസ് ആണ് ക്യാപിറ്റൽ F എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പം പോളിൽ നിന്ന് ഈ ഒരു മുഖ്യ ഫോക്കസ് വരെയുള്ള ദൂരമാണെന്ന് പറഞ്ഞാൽ ഫോക്കസ് ദൂരം അല്ലെങ്കിൽ ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ കേട്ടോ. ഓക്കെ, ഈ ഒരു ദൂരവും എന്താണ്? സെയിം ആണ്. ഓക്കെ, ഈ ഒരു ദൂരവും സെയിം ആണ്. അതായത് ഇത് നമ്മൾ എന്താണ് ഫോക്കസ് ദൂരത്തിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ലെറ്റർ എന്ന് പറഞ്ഞാൽ സ്മോൾ f ആണ് കേട്ടോ. മുഖ്യ ഫോക്കസിനെ നമ്മൾ എഴുതുന്നത് ക്യാപിറ്റൽ F ആണ്. ക്യാപിറ്റൽ Fും സ്മോൾ Fും. അപ്പം R = എന്താണ്? 2F ആണ് വരുന്നത് കേട്ടോ. R = 2F ആണ് വരുന്നത്. അതായത് എങ്ങനെ ആ ഒരു റിലേഷൻ കിട്ടിയത്? അതായത് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഒരു ദൂരമാണെന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞാൽ R എന്ന് പറഞ്ഞാൽ, ഇനി പോള് തൊട്ട് ഫോക്കസ് വരെയുള്ള ദൂരമാണെന്ന് പറഞ്ഞാൽ ഫോക്കസ് ദൂരം എന്ന് പറഞ്ഞാൽ, അതുപോലെ ഫോക്കസ് തൊട്ട് ഈ ഒരു C വരെ ഒരു ദൂരമാണെന്ന് പറഞ്ഞാൽ അതും എന്ത് തന്നെയാണ്? ഫോക്കൽ ലെങ്ത് തന്നെയാണ്. ഈ രണ്ട് ദൂരങ്ങളും എന്താണ്? സെയിം ആണ്. അതായത് ഫോക്കൽ ലെങ്ത് രണ്ടും എന്താണ്? ഇവിടുത്തെ രണ്ട് ഫോക്കൽ ലെങ്തും സെയിം ആണ്. അങ്ങനെ നമുക്ക് കിട്ടുകയാണെന്ന് പറഞ്ഞാൽ R = 2F എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ഓൾറെഡി ഫോക്കസ് ദൂരം ആ ദർപ്പണത്തിൻ്റെ വക്രതാരത്തിൻ്റെ പകുതിയായിരിക്കും. അല്ലെങ്കിൽ F = നമുക്ക് എങ്ങനെ എഴുതാം? 2 എന്ന് എഴുതാം കേട്ടോ. സ്മോൾ F ആണ് ഫോക്കസ് ദൂരം. നമ്മൾ സ്മോൾ Fലും അതുപോലെ മുഖ്യ ഫോക്കസ് നമ്മൾ ക്യാപിറ്റൽ Fലുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ദർപ്പണത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് നമ്മളിവിടെ കണ്ടത്.